എന്തോ വലിയ കാര്യമുണ്ട്, മുസ്ലിംസ് പറയുന്നതിൽ എന്തോ വലിയ കാര്യമുണ്ട്, ക്രിസ്ത്യാനികൾ പറയുന്നതിൽ എന്തോ വലിയ കാര്യമുണ്ട്, അവരുടെ മനുഷ്യൻ സംസാരിക്കുന്നു, ആ ഭാഗം ഇല്ലെന്ന്, ആ ഭാഗം അറിയത്തുപോലുമില്ല. ഇത്രയും വലിയ ഗ്രന്ഥങ്ങളും വലിയ ഗുരുക്കന്മാരും ഒക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ്റെ സംസാരത്തിൻ്റെ താല്പര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരും പുസ്തകങ്ങളെല്ലാം പൊട്ടന്മാരാണ്. ഒരു കഥയില്ല. ഇപ്പോഴും ഇത് പറഞ്ഞ് തമ്മിൽ തർക്കിക്കുകയും അടിവെക്കുകയും ചെയ്യുന്ന ഭാഗത്താണെങ്കിൽ വായിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. വെറും വേസ്റ്റ് മനുഷ്യരാണ്. മനസ്സിലായി? വെറും വേസ്റ്റാണ്. ചപ്പ് ചവറ് വാരിക്കൊണ്ട് നടക്കുക. അവനെന്ത് ചെയ്തു, ഇവനെന്ത് ചെയ്തു? അല്ലെങ്കിൽ നമ്മൾക്ക് പരസ്പരം ഇത്രയും മനുഷ്യരുണ്ടായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല, സഹകരിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ വൃത്തികേടല്ലേ ഒരാൾ മറ്റൊരാളെ ചെളിവാരിയിടില്ല. നമുക്ക് സഹകരിക്കുകയാണ് വേണ്ടത്. ആ സഹകരണത്തിൻ്റെ താല്പര്യം എന്താണ്? ഉണരുകയാണ്. ആഹാ, അവിടെയാണ് ഉണർച്ച. നമ്മളിത് പറയുമ്പോൾ ഇവൻ കള്ളനാണ്, ഇവൻ വഞ്ചകനാണ്, ചതിയനാണ് എന്ന് പറയാൻ വേണ്ടി 10-100 പേര് അവർ ഒരുമിക്കുകയാണ്. ആരും വന്നിട്ട് കുറെ ഗ്രന്ഥങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇവൻ കള്ളനാണ്, വഞ്ചകനാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. അതിൻ്റെ ജീവന്റെ അവസ്ഥ അനുഭവിക്കുന്ന അങ്ങനെ ഒരു ഭാഗം പോലും ഇല്ല. നമ്മൾക്ക് നമ്മളെ പറ്റി പറയാൻ, നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കുന്ന മനുഷ്യരില്ല. സ്വന്തം അനുഭവം, ഞാൻ ജീവിക്കുന്നു, ഈ ജീവിക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് ഉണർത്തി ആ അനുഭവത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നിടത്താണ് നമ്മുടെ താല്പര്യം വേണ്ടത്. അത് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ ജീവിതം. ആ ജീവനെ അനുഭവിക്കുക എന്ന് പറയുന്ന ഭാഗത്തിന് പകരം മറ്റെന്തോ സങ്കല്പം വിളിച്ചു പറഞ്ഞ് അതിൻ്റെ പേരിൽ തമ്മിലടിക്കുക, തർക്കിക്കുക. അതിനകത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ജീവിക്കുന്ന അവസ്ഥ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇതിനകത്ത് എന്താണ് പ്രായോഗികമായിട്ടുള്ള ഫലം? എന്താണ്? അതുപോലും ഇത്രയും കാലമായിട്ട് ഇത്രയും ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ച ആൾക്കാരുണ്ടായിട്ടും അതറിയാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പുസ്തകങ്ങളും ഗുരുക്കന്മാരും? വെറും വേസ്റ്റാണ്. ഒരു കഥയില്ല. മതങ്ങളെ കൊണ്ട് മനുഷ്യന് യാതൊരു പ്രയോജനവുമില്ല. ഇത് കൊണ്ടു നടക്കുന്ന മനുഷ്യർ എന്തുകൊണ്ട് ഇത് കൊണ്ടു നടക്കുന്നെന്ന് സ്വയം പോലും ചിന്തിക്കാനുള്ള കെൽപ്പില്ല. അതെ, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് സ്വയം പറഞ്ഞ് നടക്കുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് പോലും അന്വേഷിക്കാനുള്ള പ്രാപ്തി അവർക്ക് പോലും ഇല്ല. അവർ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര പരിഭ്രമമാണ്. അപ്പോൾ മതം കൊണ്ട് എന്ത് പ്രയോജനം? അവർ തന്നെ അസ്വസ്ഥരാകുകയും. മതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ആശുപത്രി ഡോക്ടറിൻ്റെ അടുത്ത് പോയി കണ്ട് രക്തം പരിശോധിച്ച് അല്ല അവർക്ക് അവരെ സ്വയം പരിശോധിക്കാനുള്ള കഴിവ് പോലും ഇല്ലാണ്ടായി. അതങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് പോലും അറിയത്തില്ല. എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞാൻ തന്നെയാണ് എന്ന് ചിന്തിക്കാനുള്ള കെൽപ്പില്ലാണ്ടായി. ശാസ്ത്രം വേണം, മറ്റു ഇതര കാര്യങ്ങൾ വേണം. ഐ cannot take care of my own self. See, one has reached into a position where I cannot do anything of my own for my own self. So this is the negative consequence of so many books and religion across the world. Too many investigations about the truth. Why should you investigate about the truth when you are the truth? You keep living. That's where life is happening. You don't have to investigate as if you are something better than your own self. You are better, you feel yourself better than your own existence. How can you think that you are better than your own reality? Is it possible? No. That's the reason you are getting separated from life. Nothing else. You try to associate with human beings. You're forcing yourself to associate with human beings which is not able to be executed. That's why there is crisis across the world. So you associate with your own life. That's the most simplest thing that one can do. Nothing else. It's very simple. Getting to know more about life,
where it is happening continuously and wonderfully? It's very simple. Everyone can have the wonder of living. It's not for any selected few or selected group of people, no. Everyone can have the life enjoyed wonderfully and beautifully. You don't have to be trained or taught by someone. No, you just focus on life, which is making it possible. But the attention cannot be given where it is required. Everyone is forced to give attention elsewhere, not into the life, the beauty of being. Everyone is trying to fight, struggle, quarrel, nothing else. എന്തിനു വേണ്ടിയിട്ടാണ്? തർക്കിക്കുക, അടിവെക്കുക, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ സ്വന്തം ശ്വാസത്തിൻ്റെ അളവ് കുറച്ച് ആക്രമിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ജീവന്റെ സ്പന്ദനത്തിൻ്റെ താളം നമ്മളെ ഉണർത്തുമ്പോൾ ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സ്വന്തം അവസ്ഥ കഷ്ടപ്പെടുത്തുന്ന വിഡ്ഢികളല്ലേ? ഞാൻ ശരിയാണെന്ന് പറയാൻ മറ്റുള്ളവരുടെ തർക്കിക്കുന്ന പൊട്ടന്മാർ, ഭ്രാന്തന്മാർ. ഞാൻ ശരിയാണ്, ഇത് ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തർക്കിക്കുന്ന മനുഷ്യർ ശുദ്ധ സംബന്ധമല്ലേ? എന്താവശ്യത്തിനാണ് ഞാൻ ശരിയാണെന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ കിടന്ന് തർക്കിക്കുക? സഹകരിക്കാൻ താല്പര്യമില്ലാത്ത കുറേ ശവശരീരങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കാൻ തയ്യാറല്ല. ഒരു കാരണവശാലും സഹകരിക്കാൻ തയ്യാറല്ല. രാഷ്ട്രീയം പറയും, മതം പറയും, അത് പറയും, ഇത് പറയും. പക്ഷേ അവനവൻ്റെ ജീവനെ അനുഭവിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ സവിശേഷതയെ നിഷേധിച്ചിട്ട് എന്താണ് താല്പര്യം? എന്താണ് എൻ്റെ താല്പര്യം? എന്താണ്? ഒരാവശ്യമില്ല. ഒരു കാരണവശാലും ആർക്കും പ്രയോജനമില്ല. ഒരു മനുഷ്യനും പ്രയോജനമില്ല. ഇത്രയും കാലമായിട്ട് പ്രയോജനമായിട്ട് ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകാനും പോകുന്നില്ല, ഒരു സംശയവുമില്ല. ബട്ട് സ്റ്റിൽ ആർ ഫോളോയിങ് ദ സ്റ്റുപ്പിഡിറ്റി without any regret, suffering one after the other, but still not focusing. Why am I doing this stupidity? Why can't I focus into the comfort and convenience of making me possible? Where it is available, it's not away from me. Availability is there, the beauty of living, but one is not able to look into one's own reality. One cannot. One is forced upon something which is not reliable, which is not convenient, and still struggling, looking after the unwanted and struggling, suffering, but still not able to look into the reality which is always available for everyone. See, such is the stupidity happening across the world. നിരന്തരം ഈ മനോഹരമായിട്ടുള്ള ജീവന്റെ സ്പന്ദനമുള്ളപ്പോൾ ആ ജീവന്റെ സ്പന്ദനത്തെ അറിയുവാനുള്ള താല്പര്യത്തിന് പകരം അപ്രസക്തമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള വിഡ്ഢിത്തരങ്ങളെ ആശ്രയിച്ച് കൈകൊള്ളുകയും സ്വന്തം ജീവിതം നരകിക്കുകയും ചെയ്തിട്ട് അപ്രകാരമുള്ള വ്യവസ്ഥയിൽ നിന്ന് വിട്ടുമാറി സവിശേഷതയുമായിട്ട് അനുഭവിക്കാൻ ഒരു നിമിഷം മതിയാകുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു താല്പര്യം മനുഷ്യ ജന്മത്തിൻ്റെ കൂട്ടായ്മയിൽ എങ്ങും കാണുന്നില്ല. ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല, ഒരു പുസ്തകത്തിൻ്റെ ആവശ്യമില്ല. അതെ, സഹകരണം മാത്രമേ ആവശ്യമുള്ളൂ. കയ്യിലുള്ളത് മാത്രം മതി. കയ്യിലില്ലാത്ത ഒന്നിൻ്റെയും പുറകെ വെച്ചു പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു ആവശ്യവുമില്ലാത്തപ്പോൾ, വേണ്ടാത്ത കാര്യങ്ങൾ ഒന്നിനെയും സ്പർശിക്കേണ്ടാത്ത ഭാഗത്ത് നിലനിൽക്കുമ്പോൾ നമ്മൾ വേണ്ടാത്തതിന് വേണ്ടിയിട്ട് ആക്രാന്തം കൂട്ടി തല്ലുപിടിച്ച് യുദ്ധം ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങൾ കൈവശം കൊണ്ടുവന്ന് രോഗികളാകുന്ന മനുഷ്യ സമൂഹത്തെ എന്താ വിളിക്കുക? ഭ്രാന്തന്മാരെന്നല്ലാതെ. It's the most absurd thing. We're fighting for stupidity, fighting for suffering. Yes, fighting only for suffering. You fight, you will get only problems. You disagree, you get angry, you are getting only problems. But this simple thing is not known for human beings. You fight, you get only problems. You argue, you get only problems. You disagree, you are only having more problems. Yes, this simple knowledge is not known in the group of human beings. See, is this a beautiful society? No. Is this the requirement? No. What science is doing? Stupidity. Science is still investigating while the system is working perfectly.
Why can't we associate together? What is the reason not to associate? You are finding thousands of reasons to disagree with one person. And one simple reason to agree, which is always there perfectly, functioning beautifully, and that is not a criteria of human beings' association. One simple reason, life is throbbing from inside, which is a wonderful reason to associate, but that cannot be considered as a wonderful, valuable reason to associate with anyone. You need something stupidity or something irrelevant to associate with others. Such is the crisis building up day after day. Yes, day after day, such a crisis is happening across the world. If you just focus on yourself, where the beauty of life is working continuously, never ever a conflict is there where life is working beautifully, but no one is interested in the beauty of living. Just ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, നമ്മുടെ ആന്തരിക വ്യവസ്ഥകൾ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങനെയുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള ജീവിക്കാനുള്ള സവിശേഷത നമ്മുടെ ശ്രദ്ധയിൽ ഒരിക്കൽ പോലും കൊണ്ടുവരാനുള്ള ഒരു താല്പര്യവുമില്ലാത്ത വലിയൊരു ജനക്കൂട്ടം. അതെ, വലിയൊരു ജനക്കൂട്ടം ഒരു കാരണവശാലും സത്യത്തിലോട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു കാരണവശാലും താല്പര്യമില്ല. ജീവിതം നരകിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്ത് നരകിക്കുന്നതിൽ വളരെയേറെ അഭിമാനം കൊള്ളുന്ന വലിയൊരു മനുഷ്യക്കൂട്ടം. അത് എവിടെയും നോക്ക്, നരകിക്കുന്നതിന് വേണ്ടിയിട്ട്, ദുരന്തം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് കള്ളത്തിലും വഞ്ചനയും ചതിയും ചെയ്യുന്നതിന് ഒരു മടിയില്ല. പ്രായോഗികമായിട്ട് നിരന്തരം അനുഭവിക്കുന്ന ജീവന്റെ സാധ്യത ഒരു നിമിഷം തിരിഞ്ഞു നോക്കിയാൽ നിരന്തരം മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സവിശേഷത തുടർച്ചയായിട്ട് അനുഭവിക്കുന്നതിന് ആർക്കാണ് തടസ്സം നിൽക്കാൻ പറ്റുക? ആർക്കും തടസ്സം നിൽക്കാൻ പറ്റുകയില്ല. പക്ഷെ ഒരു താല്പര്യവുമില്ല. വേണ്ടാത്ത കാര്യത്തിലോട്ട് തിരിയാൻ ഒരു മടിയുമില്ല. അപ്രസക്തമായിട്ടുള്ള ഒരു പ്രസക്തിയുമില്ലാത്ത യൂട്യൂബിൽ കയറിയിരുന്ന് മൊബൈൽ ഫോണിലിരുന്ന് തട്ടി സമയം കളയാൻ ഒരു മനുഷ്യനടുത്തുള്ളപ്പോൾ അവനുമായിട്ട് സഹകരിക്കാനുള്ള ഒരു താല്പര്യവും ഒരു കാരണവശാലും കാണിക്കത്തില്ല. ദുരന്തം വാരി വലിച്ച് നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടുവരാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യർ ലോകത്തെമ്പാടും, ഒരു സ്ഥലത്തല്ല. സഹകരിച്ചാൽ കിട്ടുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവന്റെ സ്പന്ദനമാണ്. പക്ഷെ ഒരു താല്പര്യവുമില്ല. ലുക്ക് എവരിവെയർ, everyone is not interested in their own life. They are interested in stupidity, arrogance, ego, all the unwanted trash that can happen. And they are forcing themselves into the trash, not into the wonder of being. Bewildered they are, awkward they are, still fighting to be more awkward, not into the beauty of life, living, throbbing from inside, not from outside. Life is throbbing beautifully from inside, and one cannot take care of that which is making you possible, but interested in something which is not useful. Always forcing unwanted things into their own self and suffering repeatedly. ഒന്ന് പരിശോധിച്ചാൽ മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഭാഗത്ത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയാൻ, കാലത്തിന് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയാനുള്ള വിഡ്ഢികളാണ് കൂടുതലും. എന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല, നന്നായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്ന വെറും ഭ്രാന്തന്മാരാണ്. സ്വന്തം ജീവൻ, ഹൃദയത്തിന്റെ സ്പന്ദനത്തിന് താളമുള്ളപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല, കാലത്തിനെ കൊണ്ടേ പറ്റത്തുള്ളൂ, അവിചാരിതമായിട്ട് സംഭവിക്കണം എന്ന് പറയാൻ ഉഷിരി കാണിക്കുന്ന വിഡ്ഢികളാണ്, ഭ്രാന്തന്മാരാണ്, മാനസിക രോഗികളാണ് നമ്മുടെ സമൂഹത്തെ എമ്പാടും കാണുന്നത്. പറ്റുന്ന കാര്യം പറ്റത്തില്ലെന്ന് പറയാൻ വ്യഗ്രത കൊള്ളുന്ന വൃത്തികെട്ട ശവശരീരങ്ങളാണ്. നന്മയിൽ വളരെ മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുമ്പോൾ പറ്റത്തില്ലെന്ന് പറയാൻ എന്തെല്ലാം വിധത്തിൽ ആർജവം കാണിക്കും. നമുക്ക് ഒരുമിക്കാം, നന്നായിട്ട് ജീവിക്കാം എന്ന് നമ്മൾ നിരന്തരം പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയാൻ എന്തോ വലിയ കഴിവാണെന്ന് സന്നദ്ധൻ അഭിമാനിക്കുന്ന വിഡ്ഢികൾ. അതെ, ജീവിതം നരകമാണ്, ദുരന്തമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എത്രയോ കാലങ്ങളെടുത്ത് അങ്ങനത്തെ വിഡ്ഢികളാണ് ഈ ലോകത്ത് കൂടുതലുമുള്ളത്. എവിടെ നോക്കിയാലും ദൈവത്തിന് വേണ്ടിയിട്ട് നരകിക്കുന്ന, തമ്മിൽ തല്ലുന്ന, ദൈവവിശ്വാസത്തിന് വേണ്ടിയിട്ട് പരസ്പരം കലഹിക്കുന്ന, ശുദ്ധ അസംബന്ധം
ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. രാഷ്ട്രീയക്കാരാണെങ്കിലും മതത്തിൽപ്പെട്ടവരാണെങ്കിലും ശാസ്ത്രത്തിന്റെ ഭാഗത്തിരിക്കുന്നവരാണെങ്കിലും ഏത് വ്യവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും നരകിക്കാൻ വേണ്ടിയിട്ട് ഏത് വിധത്തിലും ഇറങ്ങിത്തിരിക്കുന്നവർ. അതെ, എല്ലാ ഓർഗനൈസേഷൻസും, ലേബർ ഓർഗനൈസേഷൻ, മുതലാളി ഓർഗനൈസേഷൻസ്, എല്ലാ ഓർഗനൈസേഷൻസും തമ്മിൽ തല്ലി നരകിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ വിവേകത്തിനോ ആത്മാർത്ഥതക്കോ സഹകരിക്കുന്നതിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത വിധത്തിൽ വിയോജിപ്പിന് വേണ്ടി അവനുമായിട്ട് ഞാൻ ഒരിക്കലും സഹകരിക്കത്തില്ല, അവൻ ശരിയല്ല. ആരുമായിട്ടാണ് സഹകരിക്കുന്നത്? എവിടെയാണ് സഹകരണത്തിന്റെ ഒരു അംശമുള്ളത്? എങ്ങുമില്ല. നിസ്സഹകരണത്തിന് കൊടി പിടിച്ച് നടക്കുന്ന ആൾക്കാർ, ജീവിതം തന്നെത്താൻ നരകിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയുമില്ലാത്ത, ഒരു കാരണവശാലും ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന അവസ്ഥക്ക് യാതൊരു സ്ഥാനം കൊടുക്കാത്ത. See, everywhere you can find such kind of stupid people. They fight while they can. Yes, they are fighting while they can. Not to enrich their life, to make it worse for everyone and for themselves. Yes, they are fighting only to make it worse for them as well as for everyone. And for that, they are struggling. Yes, for that they are struggling. Oh, it is not possible to live wonderfully. For that, they are definite. They are damn sure about the stupidity they are maintaining. They promote the stupidity everywhere. എല്ലായിടത്തും സ്റ്റുപ്പിഡിറ്റി പറയാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റത്തില്ല, കാലത്തിന്റെ ഭാഗത്താണ് നിയന്ത്രണം, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് ആ നിയന്ത്രണത്തിൽ, ആ പറ്റത്തില്ലെന്ന് പറയുന്ന കാര്യത്തിൽ നല്ല നിയന്ത്രണമാണ്. അത് ആവർത്തിച്ച് ഒരു മടിയുമില്ല ചെയ്യുന്ന വിഡ്ഢിത്തരം. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഒരു മടിയുമില്ല, ഒരു ഉളുപ്പുമില്ല ഈ നാറിയ പരിപാടി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാൻ. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് കൃത്യമായിട്ടാണ് പറയുന്നത്. കൃത്യമായിട്ട് ജീവിക്കുന്ന ഭാഗത്തോട്ട് ഈ കൃത്യത കൊണ്ട് ശ്രദ്ധിക്കുന്നതിന് പകരം പറ്റത്തില്ലെന്ന് പറയാനാണ് ഈ കൃത്യത ഉപയോഗിക്കുന്നത്. അതേ സംഭവത്തിന്റെ സവിശേഷത, ജീവന്റെ സവിശേഷത ഉപയോഗിച്ച് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയാനാണ് ഒരുമ്പെട്ട് വരുന്നത്. ഇങ്ങനത്തെ വൃത്തികെട്ട ശവശരീരങ്ങളാണ് കൂടുതലും. അത് ഏത് മതത്തിന്റെ ഭാഗത്തിരിക്കുന്ന ഏത് കൊണാണ്ടറാണെന്ന് പറഞ്ഞാലും വൃത്തികേട് മാത്രമേ ഉള്ളൂ. പള്ളിയിലെ അച്ഛന്മാരാണെങ്കിലും ബിഷപ്പാണെങ്കിലും പോപ്പാണെങ്കിലും ഒരു കാര്യവുമില്ല, ഒരു കഥയുമില്ല ഈ നാറിയ മനുഷ്യരെ കൊണ്ട് വേഷം കെട്ടി നടക്കാനല്ലാണ്ട്. അതെ, സന്ദീപാനന്ദ ഗിരി വലിയ ഗിരിയാണെന്നാണ് പറയുന്നത്. വെറും ഒരു വേസ്റ്റ് മനുഷ്യനാണ്. എന്താ കാര്യം? ശരീരത്തിൽ രോഗം വരുന്ന കാര്യം ചോദിച്ചപ്പോൾ അതിലൂടെ ആശുപത്രി അതുകൊണ്ടല്ലോ ഒന്ന് സന്ദീപാനന്ദ ഗിരി, സ്വാമി സന്ദീപാനന്ദ ഗിരി എന്ന് വിളിക്കണം പോലും ഷിബുവിനെ. ഷിബു എന്നാ പേര്, പക്ഷെ സന്ദീപാനന്ദ ഗിരി, സവാരി ഗിരി ഒരു കഥയുമില്ല. വെറും വേസ്റ്റാണ്. സ്വാമിയാണ് പോലും. രോഗം വരുന്നതിന് അത് ആശുപത്രികളൊക്കെ ഇല്ലേ. പിന്നെ എന്ത് ഉപനിഷത്ത്, എന്ത് വേദാന്തം, ഭഗവത്ഗീത? സ്വന്തം ശരീരത്തിന് രോഗം വരുന്ന അവസ്ഥയെ നിർണയിക്കാനോ എടുത്തു മാറ്റാനോ പറ്റുന്നില്ലെങ്കിൽ ഉപനിഷത്തും ഭഗവത്ഗീതയും കൊണ്ട് എന്ത് പ്രയോജനം? വലിച്ചെറിഞ്ഞ് കളയാനുള്ള ധൈര്യം കാണിക്കണം, അതിനുള്ള ആർജവം കാണിക്കണം. മനുഷ്യൻ, ജീവിച്ചിരിക്കുന്ന മനുഷ്യര് ഭഗവത്ഗീത കൊണ്ടോ ബൈബിൾ കൊണ്ടോ യോജിക്കത്തില്ല, ഇല്ല, ചെയ്യത്തില്ല. അതങ്ങനെ ആയിരുന്നെങ്കിൽ എത്രയോ തലമുറകളായി നടക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ കിടന്ന് കലഹിച്ചിട്ട് ഒരു കാര്യമില്ല. നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ പ്രാണനുള്ളപ്പോൾ പ്രാണനെ അറിയാനുള്ള അവസരങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ അതിനെ നിഷേധിച്ചിട്ട് വേണ്ടാത്ത ഗ്രന്ഥങ്ങൾ വായിച്ചു കൂട്ടി മനുഷ്യന് തലവേദനയും അക്രമാസക്തനുമാകുന്ന വലിയൊരു ജനക്കൂട്ടം ശവശരീരമാകാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു, തർക്കിക്കുന്നു. അത് നല്ലതാണ്, നല്ലതല്ലാത്തത് നല്ലതാണെന്ന് പറഞ്ഞ് ചീത്തയാകുന്ന തലമുറകൾ. എവിടെയും അലറി മുറയിട്ട് വിളിക്കുന്ന വൃത്തികെട്ട മനുഷ്യർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാവശ്യവുമില്ലാതെ തമ്മിൽ തല്ലാനും കലഹിക്കാനും. അല്പമൊന്ന് ദീർഘമായിട്ട് ശ്വാസമെടുത്താൽ ജീവന്റെ സ്പന്ദനം ഉള്ളിലുള്ളത് അനുഭവിക്കാൻ സാധിക്കും. അതെ, ഒന്ന് if you can have a deep breathe, if you can breathe a deep breathe, you will definitely get exposed to the reality of life
working, throbbing from inside always, which will never give you an opportunity to disagree with anyone or anything. Continuously, this will give you the wonder of living always and beautifully, which is quite convenient to be with. Not with others. Be with your life first, where you are organized beautifully and wonderfully. The intelligence that is making you possible. Be with it. Be with it. Then only you can associate with other people or anything else. First, you have to have a perfect awareness of what life is. Yes, that is the criteria to be able to be. Nothing else. The one symbol, the most harmonious way of living is throbbing from inside. It's not working from outside. So anytime you give attention to life now, anytime you give attention, life is working wonderfully always. It never differs because the government is this, because you are a religious person. No. Even if you are this religion or that politics or that country nationality, still life is working same for you. Yes, life is always working same. നിങ്ങൾ ഏത് രാജ്യത്തിൽപ്പെട്ടാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടാണെങ്കിലും, ഏത് ജെൻഡറിൽ പെട്ടതാണെങ്കിലും, ജീവന്റെ സ്പന്ദനം ഒരേപോലെ മനോഹരമായിട്ട് നിരന്തരം ശ്രദ്ധിച്ചാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന ജീവന്റെ സ്പന്ദനം എന്നും എന്നും എല്ലായ്പ്പോഴും ഒരു മടിയുമില്ലാതെ നിങ്ങളെ ഉണർത്താൻ, ഒരു വിവേകത്തിന് വേറെ ഒരു വിവേചനത്തിന് സ്ഥാനം കൊടുക്കാതെ കൃത്യമായിട്ട് നിങ്ങളെ ഉണർത്തിക്കൊണ്ടുപോകാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്റെ സ്പന്ദനം എവിടെ? ആരും ശ്രദ്ധിക്കുന്നു? ആർക്കും താല്പര്യമില്ല. നരകിക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പെട്ട് ഇറങ്ങുകയും. അതെ, സ്വസ്ഥത നിരന്തരം ഉള്ളപ്പോൾ ഒരാഴ്ച മുഴുവനും നരകിച്ചിട്ട് ഒരു ദിവസം വിശ്രമം വേണം. വിഡ്ഢികൾ ഒരാഴ്ച മുഴുവനും നരകിച്ചിട്ട് ഒരു ദിവസം വിശ്രമിക്കുകയും വീണ്ടും 5-6 ദിവസം നരകിക്കുക. ഭ്രാന്തല്ലേ? നമ്പർ 1 ഭ്രാന്താണ്. 6 days you are struggling and 1 day you want to relax. You want to suffer 6 days and 1 day you take an off for yourself. For 6 days you are struggling, toiling and moiling for what? For stupidity and for suffering. And you are taking 1 day separate for what? For resting. Why you want to rest for only 1 day? What about the rest of the days? Yes, consider stupidity that you are doing always. For what? For rubbishness. You want to claim something. You want to claim that you are a better person than others. That's only the reason that you are struggling. You are better than others. Okay. When are you going to confirm that betterness? And stop the stupidity. You want to be better. And what is the reason to be better than others? What can you claim? Being better than others? ഒരിക്കലും മറ്റൊരിടത്തിനേക്കാൾ അഹങ്കാരം കാരണം എനിക്ക് നിന്നേക്കാൾ സ്ഥാനത്തിരിക്കണം, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ സഫർ ചെയ്യുന്നത്. സഹകരിക്കാൻ പറ്റാത്തത് നിന്നേക്കാൾ കേമനാണ് ഞാനെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് സഹകരണത്തിന് സാധിക്കാത്തത്. നിന്നേക്കാൾ കേമനാകണം, അവിടെയാണ് അഹങ്കാരം വർക്ക് ചെയ്യുന്നത്. ഞാൻ നിന്നേക്കാൾ കേമനാണ്, നിന്നെ ഞാൻ അംഗീകരിക്കില്ല, ഞാൻ പറഞ്ഞത് ഇവിടെ നടപ്പിലാക്കത്തുള്ളൂ, ഞാൻ പറഞ്ഞത് നടപ്പിലാക്കി ഞാൻ കേമനാകും. അതിനുവേണ്ടി മാത്രമാണ് ഈ വിഡ്ഢിത്തരം ചെയ്യുന്നത്. നിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരിക്കലും സഹകരിക്കത്തില്ല. ഇല്ല, നീ ആരാണ് എന്നോട് പറയാൻ? നീ ആരാണ് എന്നോട് പറയാൻ? അതുകൊണ്ട് നിന്നോട് ഞാൻ സഹകരിക്കത്തില്ല, ഞാൻ മാറിയിരുന്ന് ഞാൻ സഫർ ചെയ്യപ്പെടാ എന്ന് പറയുന്ന വിഡ്ഢികളാ. നിന്നോട് ഞാൻ സഹകരിക്കത്തില്ല ഒരു കാരണവശാലും. ഇല്ല, ഈ വിഡ്ഢിത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്നേക്കാൾ കേവലമാണ് ഞാനെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിഡ്ഢിത്തരം കാലങ്ങളായിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അപ്പനാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എവിടെയും കണ്ടുമുട്ടിയാൽ നിന്നേക്കാൾ ഒരുപടി ഞാൻ മുന്നിലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അഹങ്കാരം. മറ്റൊന്നിനുമല്ല, സഹകരിക്കാൻ കഴിയല്ല. ഇല്ല, നിന്നേക്കാൾ കേവലമാണ്, നീ ആരാടാ എന്നെ നിയന്ത്രിക്കാൻ? This is the only slogan they are having. I am better than you.
Yes, I am better than you. Only for this there is competition. I cannot merge with you. The one and the only reason for all the crisis is that I want to be better than others. And only for this people are suffering across the world. Across the world, this one stupidity is the only thing that everyone is suffering, and they cannot stop this stupidity. Yes, this one stupidity is the reason for all the crises across the world. അതെ, മറ്റൊന്നുമല്ല. മൈത്രേൻ ആരോടും സഹകരിക്കാൻ തയ്യാറല്ല. നമ്മൾ നോക്കുക, മൈത്രേൻ ഒരു മനുഷ്യരോട് സഹകരിക്കാൻ തയ്യാറല്ല. എന്നിട്ട് ഞാൻ അത്യാധുനിക മനുഷ്യനാണെന്ന് പറയുന്ന ഒരു നമ്പർ 1 വിഡ്ഢിയാണ് മൈത്രേൻ. പോഴനാണ്. ഒരാളോട് സഹകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയണത് നിങ്ങൾ കേട്ടോളൂ. ഞാൻ പറയണത് നിങ്ങൾ കേട്ടു. ഞാൻ ആധുനിക മനുഷ്യനാണ്. തന്നെത്താൻ ഒരു വ്യക്തിയുമായിട്ട് സഹകരിക്കാനുള്ള യാതൊരു കപ്പാസിറ്റി അങ്ങേർക്കില്ല. ഇല്ല. മനുഷ്യരുമായിട്ട് സഹകരിക്കുക, ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. എല്ലായിടത്തും ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെ. മൈത്രേയ മാത്രമല്ല, സന്ദീപാനന്ദ ഗിരി എടുത്താലും ഇത് തന്നെയാണ്. സവാരി ഗിരി തന്നെയാണ്. മനസ്സിലായി? പള്ളിയിലെ അച്ഛന്മാരാണെങ്കിലും ബിഷപ്പാണെങ്കിലും പോപ്പാണെങ്കിലും എല്ലായിടത്തും കാണുന്ന ഇത് തന്നെയാണ്. സഹകരിക്കാൻ ആരും തയ്യാറല്ല. അല്ല, എങ്ങുമില്ല. സഹകരിക്കാൻ ആരും ഒന്നും തയ്യാറല്ല. ഒരിക്കൽ പോലും തയ്യാറല്ല. അതെ, എവിടെ നോക്കിക്കോ, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. അഹങ്കാരവും വാശിയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പുമില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോഴും പറയുന്നത് എന്താണ്? ഇവര് സ്വന്തം ജീവിതത്തിന്റെ ഒരു അംശം പോലും അനുഭവിക്കാൻ താല്പര്യമില്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയിലാണ്. ഞാൻ നന്നായിട്ട് സഹകരിച്ചാൽ, മറ്റുള്ള എല്ലാവരുമായിട്ട് സഹകരിക്കുന്ന മനോഹരമായിട്ട് ഒരു രോഗമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഭാഗം ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവുമില്ല. അല്പം പോലും സഹകരിക്കാനുള്ള യാതൊരു പ്രാപ്തിയില്ല. എങ്ങുമില്ല. സഹകരിച്ചാൽ ആഹാ. അതെ, സഹകരിച്ചാൽ ആഹായാണ്. അല്പനിമിഷം മതി എളിമപ്പെട്ട് അഹങ്കാരമില്ലാതെ. ഇത് ഇന്നലെ നമ്മളുടെ അടുത്ത് ഒരു വ്യക്തി വന്നിരുന്നു, ഒരു സ്ത്രീ വന്നിരുന്നു. അവരോട് കുറേ നേരം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരിരുന്ന് കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളെല്ലാം പറയും. പക്ഷെ നമ്മളൊന്ന് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഒന്ന് പറഞ്ഞപ്പോൾ അവര് തന്നെ അന്തം വിട്ടുപോയി. അവരല്പനേരം കൊണ്ട് ആഹാ, എൻ്റെ ചിന്തകളെല്ലാം പോയി മനോഹരമായി. അവരുടെ മുഖത്ത്, അവരുടെ ശബ്ദത്തിൽ ജീവന്റെ ആ താല്പര്യം. അല്പസമയം എന്തിനാണ് ഇത് നമ്മൾക്ക് നിലനിർത്താൻ പറ്റാതെ കിടന്ന് പാടുപെടുന്നത്? എന്ത് കാര്യത്തിൽ, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വ്യക്തി അല്പനേരം ഒന്ന് ഉണർന്ന് ആഹാ, നമ്മൾക്ക് വേറെ എന്താ വേണ്ടത്? സഹകരിക്കാൻ പറ്റുന്നത് നിസ്വാർത്ഥം. യാതൊരു വാശിയില്ല, വൈരാഗ്യമില്ല, ബലം പിടുത്തമില്ല, ഒന്നുമില്ലാണ്ട് ഒരു സ്ത്രീ, ഒരു അമ്മയാണ്, 52 വയസ്സുണ്ട്. കുറേ ജീവിത പ്രശ്നങ്ങൾ, അതും ഇത് കുറേ കാലങ്ങളായിട്ടുള്ള. പക്ഷെ ഒന്ന് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, വേറെ ഒന്നും വേണ്ട. സ്വന്തം ശരീരത്തിൽ ജീവന്റെ സ്പന്ദനം. ആർക്കാണ് ഇതില്ലാത്തത്? ആർക്കാണ് ഇത് വേണ്ടാത്തത്? Who can deny the reality of life? Why should you deny the reality of life and struggle for something which is absurd, which is stupid, awkward? Why do you want to believe? Why you can live? Yes, the most fortunate is happening continuously. The most simple. Why should you argue with anyone? You associate with everyone. The possibility is now why you can, not why you cannot. വളരെ ലളിതമാണ്. ഒരു സംശയമില്ല. ലോകത്ത് ജീവന്റെ സ്പന്ദനം ഇങ്ങനെ തന്നെയാണ് എന്നും. ഇത് കാലത്തും വൈകിട്ട് ഉച്ചക്കും തോന്നിവാസം പ്രവർത്തിക്കുന്നതല്ല. ഇത് നിരന്തരം ഒരുപോലെയാണ്. എല്ലാ മനുഷ്യർക്കും, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അനുഭവിക്കാൻ പറ്റുന്ന സവിശേഷതയാണ് ജീവൻ. അതെ, ഹൃദയം കൊണ്ട് അനുഭവിക്കണം. ആന്തരിക വ്യവസ്ഥയുടെ സ്പന്ദനത്തിന്റെ താളമായിരിക്കണം. അല്ലാണ്ട് ഏതോ പുസ്തകം പറഞ്ഞു, ഏതോ ഗുരുക്കന്മാർ പറഞ്ഞു, എല്ലാ ചവറാണ് ഗുരുക്കന്മാരും പുസ്തകങ്ങളും മതങ്ങളും വിശ്വാസ പ്രമാണങ്ങളും. വലിച്ചെറിഞ്ഞ് കളയാനുള്ള തൻ്റെ ഇടം വേണം.
You have to have the capacity to throw away the stupidity and be with yourself while you can, not while you cannot. Yes, while you can. Be with the reality which is working always. It is pumping energy into yourself from inside, not from outside. No one can pump energy from outside. It's working from inside. Now is your opportunity. While you can, be with yourself. Work efficiently. Never to stop. Always be with yourself and enjoy the life's beauty which is not granted by anyone. Yes, it's a blessing for you and for you only. Yes. വളരെ സിമ്പിൾ അല്ലേ? ഇത് എവിടെയാണ് കാലതാമസം? ആരുടെ ഒത്താശ വേണം? ആരുമായിട്ട് തർക്കിക്കണം? ആരുമായിട്ട് തർക്കിക്കണ്ട. ഒരു പൊട്ടന്മാരെയും കൂട്ടണ്ട. ഒരു സ്വാമിമാരുമില്ല, ഒരു പള്ളിയിൽ അച്ഛന്മാരുമില്ല, ബിഷപ്പുമാരുമില്ല, മറ്റേ ആരും മൗലിയാരുമില്ല. ഈ കൂട്ടരെ പെരടത്ത് കേട്ടിരുന്നു. പള്ളിയിലെ അച്ഛന്മാര്, സ്വാമിമാര്, മൗലിയാരുമാര്, ഇവരെ ആരെയും പെരടത്ത് കയറ്റാണ്ട് നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉണർത്താൻ സാധിച്ചാൽ ഏറ്റവും വേസ്റ്റാണ് ഈ മതത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ്. അവരെ മാത്രം ഒഴിവാക്കിയാൽ നിങ്ങളുടെ ജീവിതം ആഹാ. വേറെ ആരും ഇടിച്ചുകളി നിങ്ങളുടെ വീട്ടിലോട്ട് വരത്തില്ല. ശാസ്ത്രം ഒരിക്കലും നിങ്ങളുടെ വീട്ടിലോട്ട് ഇടിച്ചുകളി വരത്തില്ല. അവർ വേറെ ഫോമിലൊക്കെ വരത്തുള്ളൂ. ഇൻഷുറൻസിൻ്റെയും വേറെയുള്ള രീതിയിലും ഇന്റർനെറ്റിലും അവിടെ വരത്തുള്ളൂ. പക്ഷേ ഈ കൂട്ടരെ നേരിട്ട് നമ്മുടെ വീട്ടിൽ വരും. മതത്തിന്റെ ആൾക്കാർ, ഒരു സംശയം വേണ്ട. ഇവരെ പെരടത്ത് കയറ്റിയില്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. ഒരു പെരടത്ത് കയറ്റരുത്, മനസ്സിലായ? ഒരൊറ്റ ദൈവങ്ങളുമായിട്ടൊരു ബന്ധം നിലനിർത്തരുത്. നിങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ദൈവത്തിന്റെ ആവശ്യമില്ല. എന്താണ് ആവശ്യം? എന്താണ് താല്പര്യം? നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ വേണ്ടാത്ത കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുത്തിട്ടാണ് നമ്മൾ സഫർ ചെയ്യുന്നത്. വേണ്ടാത്ത കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുത്തിട്ടാണ് സഫർ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അതായത് ഒരു കാരണവശാലും നമ്മളിൽ സഫറിങ് ഇല്ല, ഉണ്ടാകാൻ പോകുന്നില്ല. നെവർ. You keep away the unwanted relationships and be with the wonderful relation that is life. Once you can maintain that for a particular period of time, the rest is definite. Yes, the rest is definite. You will not compromise with any particular person. Oh, this person is good for me. No, never going to be. You will fight with that person eventually. You will disagree 1,000 times. Never try to have a relationship with anyone. Only for sex you are trying to compromise with another body, not for anything else. Only for sex. You are a slave of sexuality, nothing else. Only for sex you steal away from life, nothing else. Sex is stupidity, absurdity. You cannot be independent. You cannot be a mature person because sexuality is controlling you. You cannot be with life continuously and sexuality is depriving you of the quality of living. Nothing else. Yes, you are stealing you away from the reality of life. സെക്സിന് വേണ്ടിയിട്ട്, ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം നരകിക്കുന്ന ഒരു ലോകമാണ്. സത്യസന്ധത തെല്ലുമില്ല കണ്ടുപിടിക്കാൻ. ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ നന്മയിൽ നിൽക്കുന്നവരുമായിട്ട് തല്ലുപിടിക്കുകയും എതിർക്കുകയും എല്ലാ കള്ളത്തരവും കാണിക്കുന്നത് സെക്സിന് വേണ്ടി മാത്രമാണ്. കൂട്ടത്തിൽ നിൽക്കുന്നവരോട് സഹകരിക്കാൻ പറ്റാത്തത് സെക്സിന് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനു വേണ്ടിയിട്ടുമല്ല. അല്ലെങ്കിൽ വേറെ ഒരു കാര്യമില്ല, വേറെ ഒന്നിനു വേണ്ടിയിട്ടുമല്ല. അവിടെ എല്ലാ കള്ളത്തരവും വഞ്ചനയും ചതിയും എങ്ങനെ സഹകരിക്കാതിരിക്കാൻ പറ്റും? സെക്സിന് വേണ്ടി മാത്രം. ഒരു പെണ്ണിന്റെ ശരീരത്തിന് വേണ്ടിയിട്ട് നരകിക്കുന്ന മനുഷ്യര് അവർ എന്ത് വഞ്ചനയും ചതിയും ചെയ്യും, ഒരു സംശയമില്ല. കള്ളത്തരവും നുണയും ഇതെല്ലാം സെക്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഒരു മടിയുമില്ല. അതിൽ നിന്ന് തുടർന്ന് പല കാര്യത്തിലോട്ട് ചെന്ന് കയറി. എൻ്റെ ബിസിനസ്, എൻ്റെ തൊഴിൽ, എൻ്റെ പടം, എൻ്റെ സംഗീതം, ഇങ്ങനെ പോവുകയും മനസ്സിലായി. ഇതിൻ്റെ അനർത്ഥങ്ങൾ, നീളുന്ന വഴികൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അതെ, see while you can, you focus on how life is throwing from inside. You have to get along with life. Continuity is there only in life. Never go after the opposite gender. Never ever. Be with life continuously while you can.
It is working non-stop. And whatever is making use non-stop, that is where your attention should be. Yes, if you can give attention to whatever is making you non-stop, then you will have your clarity. Your clarity is only required. You don't have to label yourself as though you attained that position. No. You're continuously maintaining your position. No ranking system. Don't let anyone give any position for you. No. Husband, wife, doctor, engineers are all destination demanded by the society. Why should you be a demand of the society? Never. You should never claim as something from the society. Never. Just keep experiencing life continuously. And you can see the wonder of being. It cannot be justified because there is no requirement for something that which is working continuously. Why you have to justify? Because you have stopped living. You are judging because you have stopped living. You started dying. That's the reason you have to justify. Your justification is not part of life. ഇവിടെ വിധി നിർണ്ണയിക്കേണ്ട കാര്യമില്ല. ജീവന്റെ സ്പന്ദനം നിരന്തരം തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും വിധിക്കാൻ വരേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയുടെയും തീരുമാനത്തിന്റെ ആവശ്യമില്ല. നമ്മൾ നിരന്തരം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിധി തീരുമാനിക്കാൻ വരുന്ന പൊട്ടന്മാരും സന്യാസിമാരും ഋഷിമാരെയും പള്ളിയിലെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും പോപ്പുമാരെയും മൗല്യാന്മാരെയും പെരടകത്ത് നിന്ന് അടിച്ചു പുറത്താക്കുക. തല്ലിച്ചതക്കണം. പെരടകത്ത് ചവിട്ടാൻ അനുവദിക്കരുത്. ഒരു സന്യാസിയും വേണ്ട, ഒരു മഹർഷിമാരെയും വേണ്ട. നമുക്ക് നമ്മുടെ ബോധത്തിൽ നമ്മൾ ജീവിച്ചാൽ മതി. അതെ, ഒരു മഹർഷിമാരെയും സന്യാസിമാരെയും പള്ളിയിലെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും മൗല്യാരിമാരെയും പിന്നെ അവരുടെ കൂട്ടത്തിൽ വേറെ വല്ലവരും ഉണ്ടെങ്കിൽ ഈ കൂട്ടരെ മതത്തെ പറ്റി പറയുന്ന ഒരെണ്ണത്തിനെ പെരടകത്ത് കേട്ടരുത്. ചവിട്ടി പുറത്താക്കുക. അതിനുള്ള തൻ്റെ ഇടം വേണം. ഞാൻ എൻ്റെ ജീവിതം അനുഭവിക്കുന്നതിന് കാരണമായിട്ടുള്ള ഭാഗത്ത് ഇരിക്കുമ്പോൾ അതിനെ ഉണർത്തുന്ന ഭാഗത്ത് സഹകരിക്കാൻ വരുന്ന മനുഷ്യരെ മതി. നമുക്ക് മനുഷ്യരെ മാത്രം മതി. ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ട് സംസാരിക്കും. എന്തോ വിശ്വാസികളായാലും അവർ സൃഷ്ടിച്ച ലോകത്തില് എന്തോ ഒരു സമാധാനം ഉണ്ട് ധരിച്ചത് കൊണ്ടല്ലേ സത്യത്തിൽ. അതെ, ആടിന്റെ ചെവിയില് ഇച്ചിരി കടുകിട്ട് കൊടുത്താൽ ആടിന്റെ ചെവിയിൽ ഇച്ചിരി കടുകിട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും അറിയാവോ? പിന്നെ ആടവിടെ നിലത്ത് നിൽക്കത്തില്ല. ആട് ഓടാൻ തുടങ്ങും. അത് നമ്മളും ഇങ്ങനെ തന്നെ. വേണ്ടാത്തൊരു കാര്യം നമ്മുടെ ഉള്ളിൽ വന്നു വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അക്രമവും പരാക്രമവും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് പരക്കം പറയും. ഇത് ഏത് ജീവിനും സംഭവിക്കുന്ന, ആടിന് മാത്രമല്ല. നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അസ്വാഭാഗ്യത കാണിക്കും. അത് ഏത് ജീവിയും അങ്ങനെ തന്നെ. അതിൽ യാതൊരു സംശയവും വേണ്ട. ലോകത്തുള്ള ഏത് ജീവിതം, ഒരു മരമാണെങ്കിൽ പോലും അതിന് വേണ്ടാത്ത എന്ന് കഴിഞ്ഞാൽ അതിന് അസ്വാഭാഗ്യത കാണിച്ചേ പറ്റത്തുള്ളൂ. അത് ജീവന്റെ ഭാഗം ഉള്ളിടത്തോളം കാലം അങ്ങനെ തന്നെ. അസ്വാഭാവികത, വേണ്ടാത്തത്, ഏത് വ്യക്തിയുടെ ഉള്ളിൽ വേണ്ടാത്ത വന്നിട്ടുണ്ടോ പിന്നെ അവൻ കാണിക്കുന്നത് മുഴുവനും വേണ്ടാത്ത കാര്യങ്ങളാണ്. അവൻ മനുഷ്യന്റെ ലക്ഷണമല്ല കാണിക്കുന്നത്, അവൻ വേറെ എന്തൊക്കെ കാണിക്കും. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും കാണിക്കുന്നതല്ല ഈ ഒരേ വൃത്തികേട് തന്നെയാണ്. ഒരു വ്യത്യാസമില്ല, മനസ്സിലായി? പക്ഷെ മനുഷ്യൻ ജീവന്റെ അത് ഒരുപോലെ പ്രവർത്തിക്കും. അതിന് സമാധാനവും ഐക്യവും പൊരുത്തവും അതിന്റെ ലക്ഷണമാണ്, അതിന്റെ അടിസ്ഥാന ലക്ഷണമാണ്. അതിൽ ആശങ്കയില്ല, വിമുഖതയില്ല, ഭയമില്ല, ഉത്കണ്ഠയില്ല. സഹകരിക്കുന്നതിന് യാതൊരു ഉത്കണ്ഠയുമില്ല. അതാണ് ജീവന്റെ ലക്ഷണം. എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റും, എല്ലാവരുമായിട്ട് സഹകരിക്കാം. ജീവനുള്ള എല്ലാവരുമായിട്ട് സഹകരിക്കാം. അല്ലെങ്കിൽ നരകിക്കുന്ന മൗല്യാരും ബിഷപ്പും സ്വാമിയുമായിട്ടല്ല, നമുക്ക് എല്ലാ മനുഷ്യരുമായിട്ട് സഹകരിക്കാം. ഈ കൂട്ടരുമായിട്ട് സഹകരിക്കേണ്ട ആവശ്യമില്ല.
രോഗികളുമായിട്ട് സഹകരിക്കണ്ട. കാരണം അവർക്ക് സഹകരണം ഇല്ല. കാരണം അവർ രോഗികളാണ്. ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അവർക്കൊരിക്കലും സൗഹാർദ്ദമില്ല. സൗഹാർദ്ദമില്ല. എന്റെ മതമാണ്, ഈ പുസ്തകമാണ് ശരി. സ്വാമി വിവേകാനന്ദനെ പൊക്കിപ്പിടിച്ച് താഴെ വെച്ചുകൊണ്ട് നടക്കുക. ഒരു ഗുരുവിനെ ചുമന്നുകൊണ്ട് നടക്കുക. എന്റെ ഗുരുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു ഇതിങ്ങനെയാണ്, സംയുക്ത യോഗ, മനസ്സിലായ എന്ന് പറഞ്ഞ് നടക്കുന്നു. മനസ്സിലായ, പൊട്ടനാണ്. മനസ്സിലായ, എന്റെ ഗുരു പറഞ്ഞു, അപ്പൊ ശരിയായി. മനസ്സിലായ, ഇവിടെയാണ് പൊട്ടത്തരം. മനസ്സിലായ, എന്റെ ഗുരു പറഞ്ഞു. നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനാണ്. നമുക്ക് എന്റെ ജീവൻ, ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗം മറ്റൊരാൾ പറഞ്ഞിട്ടാണ്. ആണോ? ഞാൻ എന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിസ്സാര കാര്യം പോലും അറിയാൻ പറ്റാത്ത, ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പോലും അറിയാൻ പറ്റാത്ത ആൾക്കാർ ഇത്രക്കേറെ ഞാൻ എന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാണ്ട് എന്തുകൊണ്ട് മൈനാണുള്ളത്? വേറെ വല്ല മൈനും ഉണ്ടാ? വേറെ എന്തുകൊണ്ട് തേങ്ങാക്കൊലയുള്ളത്? ഒരു ചുക്കുമില്ല. ഞാൻ എന്നെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആഹാ, ഇതല്ലാണ്ട് വേറെ ഒരു ചക്കയില്ല. എന്റെ ഗുരു പറഞ്ഞു. മനസ്സിലായ, എന്താണ് സംയുക്ത യോഗ? ഇത് വലിയ സംഭവമാണ്. വാക്ക് എനിക്ക് നാക്ക് പിടിച്ചാൽ ഇത് പറയാനൊക്കെ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളു. വെറും വേസ്റ്റാ. ഒരു കഥയില്ല. ഏതോ ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ വാക്കിന്റെ വിശദീകരണം അത് അങ്ങനെയാണ്, അതിങ്ങനെയാണ്. ഒരു കഥയില്ല. ആഹാ, മംഗളം നേരുന്നു ഞാൻ മനസ്സിന് അലിഞ്ഞതിൽ ശേഷമൻ ജീവിതം. ആഹാ എന്നും ഇതെന്നും ഇങ്ങനെയാണ്. മനസ്സിലായ, ഒരാശങ്കയുമില്ല. മനോഹരമായിട്ട് നിരന്തരമാണ്. നാളെ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. ഇതെല്ലായ്പ്പോഴും നിത്യമാണ്, നിരന്തരം. വളരെ സിമ്പിൾ അല്ലേ? ഇവിടെയല്ലേ സഹകരിക്കേണ്ടത്? ഇവിടെയല്ലേ നമ്മൾ കുടുംബം എന്ന് പറയുന്നത്? അതിന്റെ കല്യാണം കഴിച്ച് പിള്ളേരെ പരിപാടി വെച്ചുണ്ടാക്കി എന്നിട്ട് അതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ വെറും നരകമാണ്. ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടവർ തമ്മിൽ കുടുംബജീവിതം ഒരിക്കലും നടക്കുകയില്ല. പരസ്പരം ഉണർവുള്ളവർ സഹകരിക്കുന്നിടത്ത്, ബോധമുള്ളവർ സഹകരിക്കുന്നിടത്താണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമാണ് ഉണ്ടാകേണ്ടത്. കൂടുമ്പോൾ പിള്ളേരല്ല ഉണ്ടാകേണ്ടത്. മനസ്സിലായ, കൂടുമ്പോൾ പിള്ളേരുണ്ടാകുന്നത് ജീവിതമല്ല, അത് പ്രകൃതിയാണ്. അതിനകത്ത് ഒരു കഴമ്പുമില്ല. ഇവൻ പൊട്ടനാണെന്ന് പറയാൻ വരുന്ന മനുഷ്യരാണ് ഉള്ളത്. മനസ്സിലായ, ഇവൻ പൊട്ടനാണ്, ഇവൻ ഭ്രാന്തനാണ്, ഇവന്റെ വഴിയെ പോകരുതും, അതെ ഇവന്റെ വഴിയെ പോകരുതും, ഒരിക്കലും പോകരുതും. നിങ്ങളുടെ ജീവന് സ്ഥാനം കൊടുക്കുക. അതെ, നിങ്ങളുടെ ജീവന് സ്ഥാനം കൊടുക്കുക. ഒരാളെയും ഫോളോ ചെയ്യരുതും. എന്തിനാണ് മറ്റൊരാളെ ഫോളോ ചെയ്യുന്നത്? ഈ തലമുറകളായി യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന കുറെ വിഡ്ഢികൾ ലോകത്തെമ്പാടും കാണാം. യേശു ക്രിസ്തു എന്ത് കാര്യത്തിനാണ്? ആ മനുഷ്യന് 33 വയസ്സ് വരെ ജീവിക്കാൻ പറ്റിയുള്ളൂ. തല്ലിക്കൊന്ന് പറ്റിയില്ല. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റിയില്ല. ദൈവപുത്രനാണ് പോലും. മനസ്സിലായി, ദൈവപുത്രന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ മനുഷ്യന്റെ കാര്യം എന്താണ്? മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. പഴയ പൊട്ടത്തരം നോക്കണം. മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ കുരിശിൽ തൂങ്ങി മരിച്ചത്. എന്നിട്ട് ലോകത്തുള്ള മനുഷ്യന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു. വിഡ്ഢിത്തരം പറയുന്നതിന് ഒരല്പം ഉളുപ്പെങ്കിലും തോന്നണ്ടേ? അല്പമെങ്കിലും ഉളുപ്പ് തോന്നണ്ടേ പറയുന്ന വിഡ്ഢിത്തരമാണെന്ന്? മനുഷ്യൻ സ്വതന്ത്രനാകുന്ന എവിടെ നിന്നാണ്? എന്തിൽ നിന്ന് സ്വതന്ത്രനാകും? വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വാരി വലിച്ച് കുത്തിക്കയറ്റി കഴിച്ചിട്ട് ദഹിക്കാൻ പറ്റാത്ത കല്ലും മണ്ണും ദഹിച്ചിട്ട് വയറുവേദന എടുക്കുമെന്ന് പറയുന്നതിൽ എന്ത് കാര്യം ഇരിക്കുന്നു? ഒരു കഥയുമില്ല. നമ്മുടെ ഉള്ളിൽ ദഹിക്കാത്ത കുറെ സങ്കല്പങ്ങൾ ചെറുപ്പത്തിൽ കൊച്ചുകുട്ടികളായിരിക്കുമ്പോ തന്നെ ദൈവം ഉണ്ട് കേട്ടാ, സൂക്ഷിക്കണം കേട്ടാ, അപകടമാണ് കേട്ടാ, ദൈവം ശിക്ഷിക്കും കേട്ടാ. നമ്മളെ ഉണ്ടാക്കിയവൻ നമ്മളെ ശിക്ഷിക്കുവോ? എന്തൊരു വിഡ്ഢിത്തരം! നമ്മളെ ഉണ്ടാക്കിയവൻ നമ്മളെ ശിക്ഷിക്കും. എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ പറഞ്ഞു വരുത്തുന്നത്? How is it possible that which has created me will punish me? Will it? No, never. You focus into life which is happening continuously and beautifully. You sense freely yourself. Yes, no words can make you bad. No words.
can make you bad. Never. You call someone, okay, bad word, will it make you bad? No, never. There's no such thing as an abusive word. Never. Never. Words will not make you bad. You yourself is making you bad. Nothing else. മയിലെന്ന് വിളിച്ചാൽ ഉടനെ ഞാൻ ചീത്തായി പോവുക. പന്നി, കുണ്ണ, കൂരെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ചീത്താവുക. ഒന്നും എനിക്ക് സംഭവിച്ചില്ല. നീ കേൾക്കുന്നതിന് സംഭവിക്കുക. എന്ത് കാര്യം? എന്ത് കാര്യം? ഒന്നുമില്ല. ഒരു വാക്ക് പറഞ്ഞു നമ്മൾ ആരും നന്നാകത്തുമില്ല, ആരും നശിക്കത്തുമില്ല. ഇതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ വിഡ്ഢികൾ. ഇത്രയേ ഉള്ളു നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവത്തിൽ ഒരു മൈലുമില്ല, ഒരു ഗുണമില്ല, പൂർവ്വമില്ല. മനസ്സിലായോ? അവിടെ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു അനുഭവത്തിൽ വലിയ മാറ്റം ഉണ്ടാവും? ഇല്ല. എന്റെ ദൈവമേ എന്ന് വിളിച്ചാൽ അനുഭവം മെച്ചപ്പെടുവോ? ഇല്ല. അനുഭവം എന്നും എല്ലായ്പ്പോഴും ഒരുപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാപ്തിയുള്ളപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് പറ്റും, ഇപ്പൊ പറ്റുന്ന സമയത്ത് അവസരമായിട്ട് ചാകാൻ കിടക്കുമ്പോഴല്ല ശ്രദ്ധിക്കേണ്ടത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തപ്പോൾ അപ്പൊ ഞാൻ നോക്കാം എന്നുള്ള ഉഷിരുള്ളപ്പോൾ തിരിച്ചറിയുക. ജീവന്റെ സ്പന്ദനം ഒരുപോലെയാണ് എല്ലാ മനുഷ്യർക്കും. ജീവന്റെ സ്പന്ദനം ഒരുപോലെയാണ് എല്ലാ മനുഷ്യർക്കും. ഒരു മതവും ദൈവവും നിങ്ങളെ രക്ഷിക്കത്തില്ല. നിങ്ങൾ തന്നെത്താൻ വിചാരിക്കണം. ജീവന്റെ സ്പന്ദനം കുടുംബജീവിതം പിള്ളേരെ ഉണ്ടാക്കുന്നിടത്തല്ല. കുടുംബജീവിതം കൂടുമ്പോൾ ഹൃദയത്തിൽ ഇമ്പം ഉണ്ടാകുന്നിടത്താണ് ജീവിതം. മറ്റേത് പ്രകൃതിയുടെ നിയമമാണ്. പ്രതിപാദനം പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ആശ്വാസം അല്ലെങ്കിൽ ആനന്ദമാകത്തില്ല. ക്രിസ്ത്യാനി തന്നെ പറയണം, ജന്മഭാവമുണ്ട്. ജനിച്ചപ്പോ തന്നെ ഭാവിയാണ്. നോക്കണം, പിന്നെ എവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ക്രിസ്ത്യാനികൾ? ജനിച്ചതേ ഭാവമാണ്. ഇത് പറഞ്ഞാണ് ഇറക്കുമതി ചെയ്യണത് തന്നെ. ഫാക്ടറിയിൽ നിന്ന് ഇറക്കണ ഇത് പറഞ്ഞോണ്ടാ. മനസ്സിലാ? ഫാക്ടറിയിൽ നിന്ന് ഇറക്കുക, പ്രോഗ്രാം ചെയ്താ ഇറക്കുന്നത്. വേദ ഉപദേശം എന്നാ പറയണത്. അവിടെ ചെയ്യുന്ന നാറിയ പരിപാടിയാണ്. കൊച്ചു കുട്ടികളുടെ മനസ്സിലോട്ട് വിഷം കുത്തിവെച്ച് കൊടുക്കുകയാണ്. മനസ്സിലായ? വേദോപദേശം എന്നാ പറയുന്നത്. കുട്ടിയെ പ്രോഗ്രാം ചെയ്യാൻ, മറ്റുള്ളവർക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കുട്ടികളെ എന്തൊരു നാറിയ പരിപാടിയാണ് ചെയ്യുന്നത്. എന്തോ മനസ്സിലാ? കൊച്ചു കുട്ടികളെ ഹൃദയത്തിൽ വിഷം കുത്തിവെച്ച് കൊടുക്കുകയാണ്. നീ ജനിച്ചതേ പാവമാണ്. ദൈവമുണ്ട്, ദൈവം നിന്നെ ശിക്ഷിക്കും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അരുതേ 10 കൽപ്പനകൾ കൊടുക്കുകയും എല്ലാം ചെയ്യരുത്. ഈ 10 ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ 10 ചെയ്യാവുന്ന കാര്യങ്ങൾ അരുതേ എന്നാ പറയണത്. മനസ്സിലായി? ചെയ്യാവുന്ന 10 കാര്യങ്ങൾ കുട്ടികളുടെ ഭാഗത്തോട്ട് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു, എന്ത് സിമ്പിളായിരുന്നു. അതല്ലേ ചെയ്യേണ്ടത്. ഇത് അരുതേ എന്നാ പറയണത്. എല്ലായിടത്തും ചെയ്യരുതേ. പോലീസുകാർ വന്നു ചെയ്യരുതേ. കോടതി വന്നു ചെയ്യരുതേ. എല്ലാവർക്കും അരുതേ. എന്ത് ചെയ്യണം എന്ന് പറയാൻ ആരുമില്ല, ആരും എങ്ങുമില്ല. അരുതേ. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നിങ്ങൾ ചെയ്തു നോക്ക്. വളരെ സിമ്പിൾ ആയിട്ട് ഡോക്ടർമാരും പറയും, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, മറ്റേത് കഴിക്കരുത്. അരുതേ. എന്ത് ചെയ്യണം എന്ന് ഈ മൈരന്മാർ പറയത്തില്ല. ഈ മൈരന്മാരെങ്ങും ഒരു സ്ഥലത്ത് പോലും പറയത്തില്ല. എന്ത് ചെയ്യണം? നല്ല വിധത്തില് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എടുത്ത് ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്ന ഭാഗം. ഒരു നിമിഷം പറഞ്ഞാൽ, ഒരു നിമിഷം തരൂ നിന്നെ അലിയാൻ. എന്ത് മനോഹരമാണ്. ആഹാ, അവനവനിൽ തന്നെ ഒന്ന് അലിഞ്ഞു തിരിഞ്ഞാൽ ആകാവുന്നല്ലേ. ജീവിതത്തിൽ സ്വപ്നം വേണ്ട. യാഥാർത്ഥ്യത്തിൽ എന്ത് സ്വപ്നം? യാഥാർത്ഥ്യത്തിൽ സ്വപ്നം കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ പണ്ടത്തെ ഒരു ഇന്ത്യൻ പ്രസിഡന്റാ പറഞ്ഞത്, അബ്ദുൽ കലാം. എന്ത് പറഞ്ഞു? ഡ്രീം യു ഡ്രീം. Why should you dream while you are living? You don't have to dream. He is not saying it the right thing. No, we don't have to dream while we can live. Keep living. Dreams are a consequence because you are not living. Don't focus on ambition. No, it is only because of your mind is deprived of the living experience.
You keep living while you can. So no one is greater than you or anyone. Everyone is equally important. Everyone, not only human beings, life is working for everyone and everything the same. So be with it while you can. അതെ, ജീവന്റെ സ്പന്ദനത്തിന്റെ താളമുള്ളപ്പോൾ ഹൃദയം തുറന്ന് ഒന്ന് അനുഭവിക്കാൻ ഒരു നിമിഷം മതി. ഒരു നിമിഷം തരൂ എന്നിൽ അലിയാൻ. See, the wonder of living is happening always. അത് ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും കാത്തു നിൽക്കുന്നില്ല. ഒരു സ്ഥലത്ത് പോലും അത് ഒന്നിനു വേണ്ടിയിട്ടും കാത്തു നിൽക്കുന്നില്ല. എപ്പോഴും ഹൃദയത്തിന്റെ സ്പന്ദനം ഒരേപോലെ, എപ്പോഴും, എല്ലായ്പ്പോഴും അവിടെയാണ് സഹകരിക്കേണ്ടത്. ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളത്തിലാണ് സഹകരിക്കേണ്ടത്. ഉണർവിലാണ് ജീവിക്കേണ്ടത്. അഭിമാനത്തോടുകൂടി ജീവിക്കണം. ഒരു നിമിഷം പോലും ഉണ്ടാകരുതും അഭിമാനക്കേടുണ്ടാകാൻ. അതെ, അഭിമാനം അവനവനായിരിക്കുന്ന അവസ്ഥയിൽ തെല്ലും ഭയമോ ഉത്കണ്ഠയോ ആശങ്കയോ ഒരിക്കലും ഉണ്ടാകും. ഒരു വ്യക്തിക്ക് പോലും ഉണ്ടാകുന്നു. ഒരു സിഗരറ്റോ ബീഡിയോ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. കാരണം ഈ ദുഷിപ്പ് കൊടുത്തിട്ട് ഉണരുന്ന മനുഷ്യര്, ഈ മതത്തിന്റെ കോൺസിക്വൻസ് ആണ് മദ്യവും മയക്കുമരുന്നും. ഇതെല്ലാം മതം കാരണമാണ്. അല്ലെങ്കിൽ ഈ മയക്കുമരുന്നില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. മതം ഉള്ളിടത്തോളം കാലം മയക്കുമരുന്നും കള്ളും കഞ്ചാവും ഉണ്ടാകും. അടിയും വഴക്കും ജയിലും ഉണ്ടാകും. ജയിലുള്ളത് എന്തുകൊണ്ടാണ്? ഈ മതം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ജയിലും ഇത്രയും വലിയ ആശുപത്രികളും ഉള്ളത്. അല്ലെങ്കിൽ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടും. അതെ, മതവിശ്വാസികൾ ഉള്ളത് കൊണ്ടാണ് ആ ജയിലും ആശുപത്രികളും രോഗികളും. കണ്ണി കണ്ടാൽ അറിയത്തില്ല. നീ ആരാടാ? ഇതാണ് ചോദ്യം. നീ ആരാ? നീ ഏതാ? നീ എന്താ? നീ എന്തിനാ വന്നത്? ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് സഹകരിക്കാനായിട്ട് പറ്റുന്നില്ല. നീ ആരാണ്? നീ എന്താണ്? നീ ഏതാണ് എന്ന് ചോദിക്കാതെ സഹകരിക്കാൻ പറ്റുന്നില്ല. നീ ആരാണ്? നീ എന്താണ്? നീ ഏതാണ്? നീ ഏത് ഗണത്തിൽപ്പെട്ടതാണ്? നീ ഏത് വംശത്തിൽപ്പെട്ടതാണ്? കുറെ ഡിസ്ക്രിപ്ഷൻ കേട്ടതിന് ശേഷം മാത്രമേ ആദ്യമേ ചോദിക്കുന്നത് എന്താണ്? നിന്റെ പേരെന്താണ്? എന്തിനാണ്? ഏത് മതത്തിൽപ്പെട്ടാണെന്ന് അറിയാനോ? തീർന്നു. ക്ലാസിഫിക്കേഷന്റെ ആരംഭം കഴിഞ്ഞു. മനസ്സിലായി? ഇനി എന്റെ മതത്തിൽപ്പെട്ടാണെങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? അതിനകത്ത് പിന്നെ അടുത്ത വിഭജനങ്ങളുണ്ട്. ഒരു മതത്തിൽപ്പെട്ടാൽ പോരാ. നീ പിന്നെ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, ശൂദ്രനാണോ, ഉയർന്ന ജാതിയാണോ, താഴ്ന്ന ജാതിയാണോ? വിലയിരുത്തൽ ഇങ്ങനെ പലതും കഴിഞ്ഞിട്ടാണ് സഹകരണം. ഇത് എല്ലാ മതത്തിലും ഇതിങ്ങനെ തന്നെ. ആ കാര്യത്തിൽ മതത്തിൽ ഭയങ്കര യോജിപ്പ. ഏത് മതം എടുത്താൽ വിഭജിച്ച് നോക്കണം, വേർതിരിച്ച് നോക്കണം. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അപ്പോഴും ആശങ്കയാണ്. ഇവനാള് ശരിയാകുമോ, അവനാള് ശരിയാകുമോ എന്നാണ് നോക്കുന്നത്. ഞാൻ ശരിയായിട്ടാണോ ഇരിക്കുന്നത് നോക്കാനുള്ള അല്പം കെൽപ്പില്ല. ഞാൻ ശരിയായിട്ടാണോ ഇരിക്കുന്നത്? എനിക്ക് അസ്വസ്ഥതയാണ്. ഞാൻ അസ്വസ്ഥനാണ്. എന്റെ സ്വസ്ഥത എനിക്ക് മാറ്റാനായിട്ട് പറ്റുന്നില്ല. അതെ, എന്റെ സ്വസ്ഥത എനിക്ക് കൈവരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവൻ ശരിയാണോ? എനിക്ക് 100 പ്രശ്നമാണ്. എനിക്ക് 100 പ്രശ്നമാണ്. പാർട്ടിക്കാർ, രാഷ്ട്രീയക്കാർ. പണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒരു പാർട്ടിക്കാരൻ, ലോക്കൽ പാർട്ടിക്കാരനാണ്. വന്നിട്ട് അടിയൊക്കെ കൊണ്ടിട്ട് തലയുടെ അവിടെയൊക്കെ മഴച്ചൊക്കെ ഇരിക്കുക. അല്പനേരം വന്ന് എൻ്റെ കൂട്ടത്തിൽ വന്നിരുന്നത് സമാധാനത്തോടെ ഇരുന്ന് സംസാരിക്കും. പക്ഷെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് മാറാൻ കഴിയില്ല. മനസ്സിലായി? കാരണം അവൻ നശിച്ചാലും കുഴപ്പമില്ല, ഞാൻ പാർട്ടിക്കാരനായിട്ട് തന്നെ നടക്കും. മനസ്സിലായി? എന്നിട്ട് പണി തരാൻ ഒരു മടിയില്ല. നമുക്ക് പണി തരാൻ ഒരു മടിയില്ല. ഇതാണ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. രാഷ്ട്രീയക്കാരോട് അതേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾക്ക് മറ്റുള്ളവരുടെ പണി ഏറ്റുവാങ്ങാതിരിക്കാൻ നമ്മളുടെ ഹൃദയത്തിന്റെ സ്പന്ദനം. ഇവർക്ക് പണി തരാൻ നമ്മുടെ സ്വത്തും അതും മാത്രമേ ഉള്ളൂ. അതിന് വേറെ ഒരു പണി ഇവർക്ക് തരാൻ പറ്റത്തില്ല. നമ്മുടെ ബിസിനസ്സും സ്വത്തുക്കൾക്കും ഇതിന്റെ പുറത്ത് മാത്രമേ ഇവർക്ക് വിലപേശാൻ പറ്റത്തുള്ളൂ. ഈ മതത്തിൽപ്പെട്ടവര്, ഈ മതത്തിലുള്ളവർ എന്താ ചെയ്യുന്നത്? വന്നേച്ചും ക്രിസ്ത്യാനിയെ മുസ്ലിമാക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഹിന്ദു ആക്കാൻ ആരെങ്കിലും എവിടെയെങ്കിലും വരുന്നുണ്ടോ? നോക്കണം. ഈ ലോകത്തിൽ എവിടെ നടന്നാലും ആരെങ്കിലും ഹിന്ദു ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പുറകെ വരുന്നുണ്ടോ? ഇല്ലല്ല. ക്രിസ്ത്യാനി ആക്കണം അല്ലെങ്കിൽ മുസ്ലിം ആക്കണം.
പറഞ്ഞു വരുമ്പോൾ ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വരുന്നത്. പക്ഷെ എന്താക്കണം, നിങ്ങൾ ഒന്നെങ്കിൽ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ മുസ്ലിമാണ്. മനുഷ്യനാക്കുന്ന ഭാഗം ആരുമില്ല. ഓന് ജനിച്ചത് ഹിന്ദു ആയിട്ടാണ്, അങ്ങനെയാണ്. ഹിന്ദുക്കൾ ആരും ഒരിക്കലും ക്രിസ്ത്യാനിയെ മുസ്ലിമിനെ ഹിന്ദു ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നില്ല. അതൊരു ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു ഭാഗം ഭാരതത്തിലുണ്ട്, ഒരു സമാധാനമുണ്ട്. ആരും ഹിന്ദു ആക്കാൻ ഇറങ്ങിത്തിരിക്കുന്നില്ല, ഇല്ല. ഭയങ്കര വലിയൊരു സ്വസ്ഥത. അതുകൊണ്ട് ഹിന്ദുവിടെ ആക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ രാജ്യം എങ്ങനെയായിരുന്നേന്? ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത്? ആരും നമ്മളെ മറ്റൊന്നാക്കാൻ വരുന്നില്ല. ഇവിടെയാണ് പ്രശ്നം. ക്രിസ്ത്യാനികളും മുസ്ലിംസും നമ്മളെ മറ്റൊന്നാക്കാൻ വരികയാണ്. അതാണ് നരകം. അവിടെയാണ് യുദ്ധം തുടങ്ങുന്നത്, അവിടെയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. അതാണ് പ്രശ്നം. അത് വേറൊന്നുമില്ല. നമ്മളെ മറ്റൊന്തോ ആക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ ഈ ആക്കിയാണ് ഈ പരിപാടി. നമ്മൾ നമ്മളായിരിക്കുന്ന അവസ്ഥ അനുഭവിച്ചു തുടരുന്നതിന് ഒരു കുഴപ്പമില്ല. ഹിന്ദുവാക്കാൻ ആരും ഇറങ്ങുന്നില്ല. എങ്ങുമാരും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിന്ന് എവിടെ കണ്ടിട്ടില്ല. പക്ഷെ ക്രിസ്ത്യാനിയാക്കാനും മുസ്ലിം ആക്കാനും ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതെ, ഈ രണ്ട് മൈരം വരെ പെരടത്ത് കയറ്റാണ്ടിരുന്നാൽ മതി. അത് മറ്റുള്ള ആൾക്ക് ഹിന്ദുക്കൾ ഒരിക്കലും നിങ്ങളെ ഇന്നതാക്കാൻ വേണ്ടി അവർ പ്രേരിപ്പിക്കത്തില്ല, തൊടത്തില്ല. അവരവരുടെ പൂജയും കാര്യങ്ങളും അമ്പലത്തിൽ പോവുകയും വഴിപാട് നടത്തുകയും എന്ത് പൊട്ടത്തിലാണെങ്കിൽ അവരവരുടെ തന്നെത്താൻ ചെയ്യുന്നതാണ്. ഇത് ആരെ അവർ പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക? അവർ ചെയ്യുന്ന പൊട്ടത്തിൽ അവർ തന്നെത്താൻ ചെയ്തുകൊണ്ട് പോകുന്നു. അതിനകത്ത് അവർക്ക് യാതൊരു നമ്മളെ ശല്യപ്പെടുത്താൻ അവർ വരത്തില്ല, ഒരിക്കലും വരത്തില്ല. ഇല്ല, വരത്തില്ല. ഒരിക്കലും വേണ്ടാത്തൊരു കാര്യം പറഞ്ഞ് നമ്മുടെ അടുത്ത് ഒരു ഹിന്ദുവും വരത്തില്ല. പക്ഷെ ക്രിസ്ത്യാനിയും മുസ്ലിമിനും വീട്ടിൽ ഇരിക്കാൻ പാടില്ല. ഇല്ല, പറ്റത്തില്ല. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. അവനെ ഒന്നെങ്കിൽ ക്രിസ്ത്യാനിയാക്കണം, അല്ലെങ്കിൽ മുസ്ലിം ആക്കണം. ഈ പൊട്ടത്തരം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹിന്ദുക്കൾ ഇത് കണ്ട് പഠിക്കുന്നുണ്ടോ എന്നൊരു സംശയം. മനസ്സിലായി? ഈ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെ രോഗം ഹിന്ദുക്കൾക്കും ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഹിന്ദുക്കളുടെതാണ് ഈ രാജ്യം എന്ന് പറയുമ്പോൾ അതൊരു രോഗമായി. ഈ രാജ്യം ഹിന്ദുക്കളുടേതാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു രോഗമാണ്, അത് രോഗലക്ഷണമാണ്. രാജ്യം മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇത് പിടിച്ചെടുത്ത് ഇങ്ങനത്തെ സ്വഭാവം വന്നത് ഈ ക്രിസ്ത്യാനികളും മുസ്ലിംസിനെ കണ്ടിട്ടായിരിക്കും. അത്രയേ ഉള്ളൂ. അവരിലുള്ള ഹിന്ദുസത്തിലുള്ള ആ ജീവിതത്തിന്റെ സവിശേഷത അവർ മറന്നുപോയിട്ടാണ്. അല്ലെങ്കിൽ ഈ പരിപാടി വരത്തില്ല. കാരണം അവിടെ സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ രാജ്യം ഹിന്ദുക്കളുടേതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്, ഒരു സംശയവും വേണ്ട. ഇത് മനുഷ്യരുടെയാണ്, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഈ പുറമെ വരച്ചിരിക്കുന്ന ലേബിൾ വെച്ച് ആകരുത് ഒന്നും. ഉള്ളിൽ നടക്കുന്ന ഹൃദയത്തിന്റെ സ്പന്ദനത്തിലായിരിക്കണം സഹകരിക്കേണ്ടത്. ബാഹ്യമായിട്ടുള്ള ലേബിൾ കണ്ടിട്ട് ആകരുത് ഒരിക്കലും. ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുടെ ഭാഗത്ത് ആയിരിക്കണമില്ല എപ്പോഴും. അതെ, നമുക്ക് സന്ദീപാനന്ദഗിരിയുമായിട്ട് ഒരു കോൺഫറൻസ് നടക്കത്തില്ല ഒരിക്കലും. അങ്ങനെ ഒരു ബിഷപ്പ്, പള്ളിയിൽ അച്ഛൻ നമ്മുടെ കൂട്ടത്തിലെ ലൈവ് ഒരു യൂട്യൂബ് ചാനലിൽ ലൈവ് വരാൻ തയ്യാറാവോ? ഇല്ല, ആകത്തില്ല. ജന്മതീയത്തില്ല. മനസ്സിലായ? ജന്മതീയത്തില്ല. ഒരു പള്ളിയിൽ അച്ഛനും ഒരു മുസ്ലിം മൗലിയാരും സത്യസന്ധമായിട്ട് സംസാരിക്കാൻ, അയാൾക്ക് ഖുർആനില്ലാണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല, ബൈബിൾ ഇല്ലാണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല ഈ കൂട്ടർക്ക്. അത് തന്നെയാണ് ഇപ്പൊ ഭഗവത്ഗീതയും ഉപനിഷത്തും ഇല്ലാണ്ട് ഹിന്ദുക്കൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അപകടം മനസ്സിലാക്കണം. മനുഷ്യനായിട്ട് പരസ്പരം സഹകരിക്കുന്ന ആൾക്കാർ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. നമ്മുടെ എന്താണ് ചിദാനന്ദപുരി ഒരു മനുഷ്യൻ സംസാരം ആരുമായിട്ടാണ്? രവിചന്ദ്രനുമായിട്ടുള്ള ഒരു ടോക്ക്. അതിനകത്ത് ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ഒരു ഭാഗത്ത് ചിദാനന്ദപുരി, അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനല്ല. രവീന്ദ്രൻ മനുഷ്യനല്ല. രവീന്ദ്രനിൽ കുറെ ഡേറ്റാസ് പ്രോഗ്രാം ചെയ്തിട്ട് അതിങ്ങനെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിദാനന്ദപുരി സംസാരിക്കുന്നത് വളരെ നോർമലായിട്ട് ഒരു മനുഷ്യനായിട്ടിരുന്ന് സംസാരിക്കുന്നു. കേട്ടു നോക്ക്, അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ കേട്ടൊരു ടോക്കിന്റെ ഭാഗമാണ്. ചിദാനന്ദപുരി സി രവീന്ദ്രന് ചിദാനന്ദപുരി പറഞ്ഞത് ഓരോ സംഭവം കേൾക്കാനോ അനുഭവിക്കാനോ പറ്റിയില്ല.
പുള്ളിക്കാരൻ എന്തോ കുറെ റെക്കോർഡഡ് സംഭവങ്ങൾ വന്നിട്ട് വിളമ്പുന്നു. അതാണ് ശ്രീ രവിചന്ദ്രൻ. എന്തിന്റെ ലിറ്റ്മസിന്റെ ലിറ്റ്മസ് അല്ല എന്താ ലിറ്റ്മസ്. അതിനകത്ത് കൈപ്പള്ളി, പിന്നെ പുതിയൊരാളുണ്ട്, എന്താണ് ആരിഫ് ഹുസൈൻ, ഇവരൊക്കെ കുറെ റെക്കോർഡഡ് പ്രോഗ്രാംസ് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. തെളിവുകൾ വേണം, മനസ്സിലായ? സയൻസിന്റെ ലാബിൽ പരീക്ഷണം നടത്തിയ കാര്യങ്ങൾ വെച്ചാൽ മാത്രമേ ഇവർക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇവർക്ക് അനുഭവിക്കുന്ന മനുഷ്യനെന്ന് പറയുന്ന ഭാഗമില്ല. അവർ ക്ലെയിം ചെയ്യുന്നത് എന്താണ്? 40 വയസ്സ് വരെ പണ്ട് മനുഷ്യർ ജീവിക്കത്തുള്ളായിരുന്നു. അവരുടെ വയസ്സ് നീട്ടിയത് ശാസ്ത്രമാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എവിടെയാണ് ഈ പൊട്ടത്തരം വർക്ക് ചെയ്യുന്നത്? വിശ്വാസികളുടെ ഇടയിൽ ഇത് വർക്ക് ചെയ്യും, മനുഷ്യരുടെ ഇടയിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. സയൻസിന് വിശ്വാസികളെ പറ്റിക്കാനേ പറ്റത്തുള്ളൂ, അത്രേ പറ്റത്തുള്ളൂ. വിശ്വാസികളുടെ ഇടയിലാണ് മരുന്ന് കൊടുത്തത്. അനുഭവിക്കുന്ന മനുഷ്യന് മരുന്നിന്റെ ആവശ്യമില്ല. അനുഭവിക്കുന്ന മനുഷ്യന് മരുന്നിന്റെ ആവശ്യമില്ല. അവൻ അനുഭവിക്കുകയാണ്. അനുഭവത്തിന്റെ തുടർച്ചയാണ് ജീവിതം. അനുഭവിക്കുന്നവന്റെ ഇടയിൽ ഒരിക്കലും ആർക്കും തട്ടിപ്പോ വെട്ടിപ്പോ കൊണ്ടുവന്ന് കയറ്റി കൊടുക്കാൻ പറ്റത്തില്ല. വിശ്വാസികളുടെ ഇടയിലാണ് ഈ പറയുന്ന ശാസ്ത്രത്തിന്റെയും മറ്റ് ഇതിലെ തട്ടിപ്പും വെട്ടിപ്പും നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. വിശ്വാസികളെ മാത്രമേ പറ്റിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവന് അനുഭവമില്ല. അവൻ പുസ്തകത്തെ എഴുതി വെച്ചിരിക്കുന്നത്, അവിടെ ശാസ്ത്രവും പുസ്തകത്തെ എഴുതി വെച്ചിരിക്കുന്ന തെളിവുകളാണ് പറയുന്നത്. ഇവൻ അവിടെ അന്തം വിട്ടുപോയി. ഇവന്റെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഇവനെ അറിയുന്നില്ല. ശാസ്ത്രം ഇവനെ സ്വാധീനിക്കുന്ന ഭാഗം ഇവനെ അറിയുന്നില്ല. കാരണം വിഡ്ഢികളാണ് വിശ്വാസികൾ. അനുഭവത്തിന് അതിനുള്ള കെൽപ്പില്ല. അവിടെ പുസ്തകത്തെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ലേ? പുസ്തകത്തിൽ ആരെഴുതി? ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് എഴുതിയതാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത വിശ്വാസികൾ. അതെ, വിശ്വാസികൾ എന്ത് ചെയ്യും? നമ്മള് വിശ്വാസത്തിന് എതിര് പറഞ്ഞാൽ അവർ നമ്മളെ തല്ലാൻ വരും, കല്ലെറിയാൻ വരും, പറ്റുമെങ്കിൽ കൊന്നുകളയും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അതായത് നമുക്കൊരു ഉത്കണ്ഠയില്ല. കൊല്ലട്ടെ. നമ്മൾ ജീവനുള്ളിടത്തോളം കാലം ജീവൻ അഭിമാനത്തോടെയാ പറയുന്നത്. ഈ കൊല്ലുന്നവർക്ക് ദോഷമേ വരത്തുള്ളൂ. കാരണം നമ്മൾ ഒരു വിശ്വാസ പ്രമാണത്തിൽ നിൽക്കുന്നില്ല, ഒരു രോഗത്തിനും നമ്മൾ ഇടയാക്കുന്നില്ല. നമ്മൾ അഭിമാനത്തോടെ ജീവിക്കുകയാണ്. ആരെ എതിർക്കുന്നില്ല, ഒരു മനുഷ്യനെ എതിർക്കുന്നില്ല. വിശ്വാസികൾക്ക് എതിർക്കാതിരിക്കാൻ പറ്റത്തില്ല. എതിർത്തേ അവർക്ക് പറ്റത്തുള്ളൂ. വിശ്വാസികൾക്ക് എതിർക്കണം, അവർക്ക് എതിർക്കാതെ പറ്റത്തില്ല. കാരണം എന്താണ്? അവർക്ക് സംശയമാണ്, അവർക്ക് ഭയമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ അവർ എതിർക്കും. അവരെയാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മൾ നോക്കി, ഇറാനും ഇറാഖും രണ്ടു കൂട്ടരുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരേ പുസ്തകമാണ്, ഖുർആനാണ്. ഈ രണ്ടു കൂട്ടരും വിശ്വസിക്കുന്നത് ഒരേ പുസ്തകത്തിലാണ്. ഇറാനും ഇറാഖും തമ്മിൽ എങ്ങനെ യുദ്ധം ഉണ്ടായി? ഈ വിശ്വാസത്തിന്റെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണത്. മറ്റൊന്നും നോക്കണ്ട. ഇറാനും ഇറാഖും മുസ്ലിം രാജ്യങ്ങളാണ്. ഇവർ രണ്ടുപേരും എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഖുർആൻ എന്ന് പറഞ്ഞ ഒരൊറ്റ പുസ്തകമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇസ്രായേലും പാലസ്തീനും യുദ്ധം നടക്കുന്നതൊക്കെ രണ്ടും രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. രണ്ട് മതമാണ്. അപ്പോഴും നോക്കണം, മതം കാരണം യുദ്ധം, അല്ലാണ്ട് മറ്റൊന്നും കൊണ്ടല്ല. മനുഷ്യരല്ലേ? അപ്പുറത്തിരിക്കുന്നവന് ഭക്ഷണം കഴിക്കണം, ഇപ്പുറത്തിരിക്കുന്നവന് ഭക്ഷണം കഴിക്കണം. പാകിസ്ഥാനും ഇന്ത്യ വഴി എന്തിനാണ്? എന്താ പ്രശ്നം? എന്താണ്? എന്തൊരു വിഡ്ഢിത്തരമാണ്. അപ്പുറത്തെ പാകിസ്ഥാനികൾ ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇന്ത്യക്കാരും ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. എന്തിനാണ് അങ്ങോട്ട് തോക്ക് ചൂണ്ടി വിരിക്കുന്നത്? എന്താണ് ആവശ്യം? എന്താണ്? ഒരാവശ്യമില്ല. വിശ്വാസ പ്രമാണം ഇതുകൊണ്ട് മാത്രമാണ്, അല്ല വേറെ ഒന്നുമല്ല, അല്ലാണ്ട് മറ്റൊന്നുമല്ല. വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യർ പരസ്പരം ശത്രുക്കളായിരിക്കുന്നത്. അനുഭവിക്കുന്ന ജീവന്റെ സ്പന്ദനം, ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം, അത് എന്നും ഒരുപോലെയുണ്ട്. അവിടെയാണ് ആശ്വാസം. അതിനകത്ത് യാതൊരു കോട്ടവുമില്ല, ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരിക്കലും മങ്ങാത്ത, എന്നും ഉഷിരോടുകൂടി ഉണരുക, അല്ലാണ്ട് തളർച്ചയില്ല, ക്ഷീണമില്ല, രോഗമില്ല മനുഷ്യന്. അതേ പൊടി പോലുമില്ല കണ്ടെത്താൻ. കാരണം ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളത്തെ നമ്മൾ അനുഭവിച്ചു തുടരുമ്പോൾ, പ്രപഞ്ചത്തിന്റെ അനന്തതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ജീവന്റെ സ്പന്ദനം
ഒരു തട്ടിപ്പിനും നമ്മൾ വഴിവെക്കരുത്. ഒരു തട്ടിപ്പും എടുക്കരുത്. ഞാൻ അത് പഠിപ്പിച്ചു തരാം, ഇത് പഠിപ്പിച്ചു തരാം, ഇല്ല, ഒന്നും വേണ്ട. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, ഇത് എല്ലാ ജീവജാലങ്ങളിലും നിരന്തരം പ്രവർത്തിക്കുന്ന. എനിക്കെന്താണ്ട് മറ്റേ ക്വാളിഫിക്കേഷൻ ഉണ്ട്, വിശ്വാസമാണ്. നിന്നേക്കാൾ മെച്ചപ്പെട്ടാണ് ഞാൻ. തട്ടിപ്പാണ്. നമ്മളെല്ലാവരും ഒരുപോലെയാണ്. എല്ലാ മനുഷ്യരോടും ഒരുപോലെ സഹകരിക്കുന്നിടത്ത് വാശിയില്ല, വൈരാഗ്യമില്ല, ദ്വേഷമില്ല, രോഗമില്ല, ഒന്നും യാതൊന്നുമില്ല, തെല്ലുപോലുമില്ല കണ്ടെത്താൻ. അനുഭവിക്കുക ആത്മാർത്ഥതയിൽ നിരന്തരം പ്രവർത്തിക്കാം. അത് കാലത്തും വൈറ്റുമല്ല. ഞാൻ അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യട്ടെ, ഇല്ല. ഇങ്ങനെ ഒരു തട്ടിപ്പും ഇല്ല. നിരന്തരം ധ്യാനത്തിലാണ്, നിരന്തരം യോഗയിലാണ്, നിരന്തരം അഭിമാനത്തോട് ജീവിക്കുകയാണ്. ഈ യോഗാഭ്യാസം, മെഡിറ്റേഷൻ, ധ്യാനം ചെയ്യുന്നവര് കൂട്ടത്തിൽ ചെന്നാൽ അറിയാം, നമ്പർ 1 ഫ്രോഡുകളാണ്. അഭിമാനം തെല്ലുമില്ല ഇവരിൽ കണ്ടെത്താൻ. അതെ, ജീവന്റെ സ്പന്ദനമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിലവാരമില്ലാത്തവരെ നിയന്ത്രിക്കുന്ന വിഡ്ഢികളാണ്. അത്രേ ഇവരെ കൊണ്ട് പറ്റത്തുള്ളൂ. സഹകരിക്കാൻ പറ്റത്തില്ല. കള്ളത്തരമാണ്, ചതിയാണ്, വഞ്ചനയാണ്, ആത്മാർത്ഥതയില്ല. തെല്ലും മനസ്സിലായി. സഹകരിക്കുന്നത്, നമ്മൾ ആരുമായിട്ട് സഹകരിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. എന്നും അങ്ങനെ. ഒരു മനുഷ്യനുമായിട്ട് അടുപ്പം ഉണ്ടെങ്കിൽ അടുപ്പം എന്നും ഉണ്ട് അവിടെ, എല്ലാ മനുഷ്യരുമായിട്ട്. നമുക്ക് ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. കള്ളത്തരവും വഞ്ചനയും ചതിയും ചെയ്യുന്നവരുമായിട്ട് നമ്മൾ ഒരിക്കലും സഹകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇല്ല, അവർ നശിച്ചു പോകത്തേ ഉള്ളൂ. നമ്മൾക്ക് ചതിയും വഞ്ചനയും ഇല്ലാത്ത ഉഷിരുള്ള ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം ശ്രവിക്കാൻ പറ്റുന്നവരുമായിട്ട് ഉള്ള ബന്ധം മാത്രമാണ്. അത് എന്നുമുണ്ട്. നിങ്ങൾ തിരുത്തി വരാൻ തയ്യാറാണ്, നമ്മൾ എന്നും റെഡിയാണ്. നിങ്ങളിലുള്ള പൊട്ടത്തരങ്ങൾ തിരുത്തി ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ സ്പന്ദനം മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനല്ല, ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം ആഹാ തയ്യാറാണെങ്കിൽ നമ്മൾ എന്നുമുണ്ട്, എല്ലായ്പ്പോഴും. ഒരു സംശയമില്ല. ഒരുമിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. സെക്സിന് വേണ്ടിയിട്ടല്ല, ഈ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു വൃത്തികെട്ടവരാണ്. ഒരു സംശയം വേണ്ട. ഞാനും ഒരു കാലഘട്ടത്തിൽ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് പാഞ്ഞു പിടിച്ച് നടന്നിരുന്നത്. കാരണം എൻ്റെ ധാരണ സെക്സ് എന്തോ ഭയങ്കര വലിയ സംഭവമാണ്. കുറച്ചുകൂടി എന്നപ്പോഴാണ് ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയുമായിട്ട് സഹകരിക്കാൻ, സ്ത്രീയുമായിട്ട് സഹകരിക്കാൻ സാധിച്ചപ്പോൾ സെക്സ് ഒന്നുമല്ല, സ്ത്രീ അതുക്കും മേലെയാണ്. സ്ത്രീ സെക്സ് അല്ല. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ തയ്യാറായി സത്യസന്ധമായിട്ട്. ഒരു സ്ത്രീ, ഒരൊറ്റ സ്ത്രീ സത്യസന്ധമായിട്ട് സഹകരിച്ചപ്പോൾ ലൈംഗികത ഒന്നുമല്ല എന്ന് അവളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ഞാൻ അനുഭവിച്ചറിഞ്ഞു. അവള് ലൈംഗികതക്കപ്പുറത്തോട്ടാണ്. അവളുടെ സാന്നിധ്യം സെക്സിനേക്കാൾ എത്രയോ 1000 മടങ്ങാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരൊറ്റ സ്ത്രീയുടെ കൂട്ടത്തിൽ ഒരു ഏക സ്ത്രീ എൻ്റെ അടുത്ത് വന്നപ്പോൾ, സത്യസന്ധമായിട്ട് നിസ്വാർത്ഥമായിട്ട് വന്നപ്പോൾ, അതെ, ആ ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റം വിപ്ലവകരമായിരുന്നു. അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അതെ, ജെനി എന്ന് പറയുന്ന കണ്ണൂറുകാരി എൻ്റെ അടുത്ത് വന്നപ്പോൾ, 25 വയസ്സുകാരി, 25 വയസ്സുള്ള ആ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം അത്ഭുതകരമാണ്. അഭിമാനത്തോടെ പറയാം, ഒരു മടിയുമില്ല എനിക്ക് പറയാൻ. 25 വയസ്സുകാരി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം അത്ഭുതകരമാണ്. അവളുടെ ശരീരത്തെ ലൈംഗികമായിട്ടല്ല, അവളുടെ ശരീരവുമായിട്ട് മനോഹരമായിട്ട് ലൈംഗികത ഇല്ലാതെ അനുഭവിക്കാൻ പറ്റുന്ന ഭാഗം ഈ കുട്ടിയാണ് കാരണം, ഈ ഒരു പെൺകുട്ടിയാണ് കാരണം. അതെ, അവളുടെ മുമ്പിൽ കൈകുപ്പി നിൽക്കാൻ എനിക്കൊരു മടിയുമില്ല. കാരണം കള്ളത്തരവും വഞ്ചനയും ചതിയുമില്ല ഈ കുട്ടിയിൽ. ഈ പെൺകുട്ടിയിൽ കള്ളത്തരവുമില്ല, വഞ്ചനയുമില്ല, ചതിയുമില്ല. അതാണ് ആ പെൺകുട്ടിയുടെ പ്രത്യേകത. സത്യസന്ധത മാത്രമായിട്ടാണ് വന്നത്, മറ്റൊന്നുമല്ല. ആഗ്രഹിച്ചത് ക്ലബ് ഹൗസിൽ കേട്ടിട്ട് വന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി, ബിടെക് പാസ്സായി ജോലി ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് എൻ്റെ ശബ്ദം കേട്ടിട്ട്, എൻ്റെ ശബ്ദം മാത്രം കേട്ടിട്ട് ജീവനെ മനോഹരമായിട്ട് അനുഭവിക്കാൻ ഇറങ്ങി തിരിഞ്ഞു 25 വയസ്സുള്ള ഒരു പെൺകുട്ടി. എന്തു സംഭവിച്ചു? അവൾക്ക് നല്ലതേ വന്നുള്ളൂ, എനിക്കും നല്ലതേ വന്നുള്ളൂ. ലൈംഗികമായിട്ടുള്ളൊരു ബന്ധമല്ല, ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധമാണ്. എല്ലാ സ്ത്രീകളുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് ഭയങ്കര വലിയൊരു മാറ്റം ഒരു പെൺകുട്ടിയെ കൊണ്ട് സാധിച്ചു.
ഒരു സ്ത്രീയെ കൊണ്ട് സാധിച്ചു. അതാണ് സത്യസന്ധമായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും രക്ഷപ്പെടും. അതെ, മറ്റുള്ള ഒരു സ്ത്രീയോടും എനിക്ക് ലൈംഗികമായിട്ടുള്ള ആസക്തിയോടുകൂടി നോക്കേണ്ട കാര്യമില്ല. ഇല്ല, എല്ലാ സ്ത്രീകളും രക്ഷപ്പെട്ടില്ലേ? മറ്റേ എൻ്റെ ഭാഗത്ത് ഞാൻ നോക്കുമ്പോൾ ലൈംഗിക ആസക്തിയോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് നിന്ന് ഞാൻ മോചനം നേടിയപ്പോൾ സ്ത്രീകളോട് എത്ര സ്ത്രീകളിവിടെ വരുന്നവര് സ്ത്രീകൾ എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്, വാരി കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അതെ, അഭിമാനമുണ്ട് എനിക്ക്. മനസ്സിലായ? ഒരു സ്ത്രീ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ യാതൊരു ലൈംഗിക ചൊവ്വയുമില്ലാതെ കെട്ടിപ്പിടിക്കാൻ സാധിക്കുന്നു. അതെ, കാരണം ജീവന്റെ ആ ഒരു ബഹുമാനത്തിൽ മാത്രം സ്പർശിക്കാൻ സാധിക്കുന്നു. അഭിമാനമുണ്ട് എനിക്ക്. കാരണം എൻ്റെ ശരീരം അങ്ങനെയല്ലായിരുന്നു. മനസ്സിലായി? സ്ത്രീയെ കണ്ടാൽ ഭോഗിക്കണം എന്ന് മാത്രം തോന്നുന്ന ശരീരത്തിൽ നിന്ന് മാറി ഒരു ഭോഗവുമില്ലാതെ, കാരണം ശരീരത്തിന്റെ ഉള്ളിൽ ജീവന്റെ സ്പന്ദനം അത്ഭുതകരമായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരു മാനസിക വികലതയുമില്ലാതെ എല്ലാ മനുഷ്യരുമായിട്ട് ഒരേപോലെ സഹകരിക്കാൻ സാധിക്കുന്നു. ആരാ കാരണം? വേഗം ഒരു സ്ത്രീയുടെ ഭാഗം സാന്നിധ്യം മാത്രം. സത്യസന്ധമായിട്ട് ഒരുമിക്കാൻ തയ്യാറായി ആ വ്യക്തിയെ പൂജിക്കാതെ, അതെ, ആ വ്യക്തിയെ പൂജിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ബഹുമാനമാണ് ആ വ്യക്തിയോട്. അല്ലാണ്ട് കുറെ സ്ത്രീകളായിട്ട് ഞാൻ ഇടപെടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ കള്ളികളാണ്. കള്ളത്തരം, വഞ്ചനയും ചതിയും അല്ലാണ്ട് പറ്റിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ. ക്ലബ് ഹൗസിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലാണെങ്കിലും ഞാൻ വിളിച്ച് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ സഹകരിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അവർക്ക് സത്യസന്ധത ഇല്ല. അങ്ങനെയുള്ള കുറെ പാഷാണത്തി കൃമികളെ കണ്ടിട്ടുണ്ട്. മനസ്സിലായ? എന്നിട്ട് അവര് രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. അവര് മനസ്സിലാക്കുന്നില്ല നമ്മൾ വളരെ സത്യസന്ധമായിട്ട് അനുഭവത്തിന്റെ അവസ്ഥ, അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് അനുഭവിക്കുന്ന അവസ്ഥ ഇന്നതാണ് എന്ന് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അതിന് തയ്യാറായിട്ടുള്ള ആൾക്കാരില്ല, വളരെ കുറച്ച്. ഇപ്പോഴാണ് ഓരോരുത്തർ കണ്ടുവരുന്നത്. ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർ ഉണരാൻ തുടങ്ങി. ഉണരും, സ്ത്രീകൾ ഉണരും. സത്യസന്ധമായിട്ടുള്ള വേശികളല്ല, സ്ത്രീകൾ ഉണരും. മനസ്സിലായ? സ്വന്തം ശരീരം വിറ്റ് കാശ് മേടിക്കുന്നവരല്ല. സ്ത്രീക്ക് ഏത് പുരുഷനെയും കബളിപ്പിക്കാൻ എളുപ്പമാണ്. മനസ്സിലായ? അത് വേശ്യാണ്. അവരുടെ ശരീരം ചിലപ്പോൾ ലൈംഗികമായിട്ട് പങ്കിടുന്നുണ്ടാകില്ല. പക്ഷെ അവളൊന്ന് കുടഞ്ഞും വർത്താനം പറയുമ്പോൾ മയങ്ങുന്ന പുരുഷന്മാരെ പറ്റിക്കുന്നത് വേശ്യ തന്നെയാണ്. മനസ്സിലായ? വേശ്യ എന്ന് പറയുമ്പോൾ ശരീരം പങ്കിടണമെന്നൊന്നുമില്ല. മനസ്സിലായ? സ്വാധീനിച്ച് അവളുടെ സ്വകാര്യ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഏത് പുരുഷനെയും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ചതിയാണ്. അത് ചതിയാണ്. ഭാര്യയാണെങ്കിൽ പോലും മനസ്സിലായ? വശീകരിക്കാൻ, ഭർത്താവിനെ വശീകരിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് വേശ്യാണ്. അവള് സത്യസന്ധത ഇല്ലാണ്ട് പെരുമാറുന്ന ഏത് സ്ത്രീ. മനസ്സിലായ? പുരുഷനും സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ് സ്ത്രീകളുടെ കാലിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നത്. അതെ, ഉണരണം. ഹൃദയം കൊണ്ടാണ് ബന്ധം, അല്ലാണ്ട് ബുദ്ധി കൊണ്ടല്ല. ബന്ധം ഹൃദയം കൊണ്ടായിരിക്കണം. അവിടെയാണ് ആത്മാർത്ഥത. അവിടെ രോഗമില്ല, നിരന്തരമാണ്. അല്പനേരത്തേക്ക് വേണ്ടിയുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ വിഡ്ഢിത്തരങ്ങളും എല്ലാവരും ചെയ്യുന്നത്. നിരന്തരമായിട്ടുള്ള അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ ആഹാ, എന്ത് രസമാണ് ജീവിക്കാൻ. എൻ്റെ ഉറപ്പല്ലേ, ഞാൻ അനുഭവിക്കുന്ന ഉറപ്പാണ്. എനിക്ക് എന്നിൽ സംശയമില്ല. ഇത്രയേ ഉള്ളൂ, അത് വേറെ ഒന്നുമില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നു, അതിന് മറ്റൊരു തേങ്ങാപ്പല അനുഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ തുടങ്ങി ജീവിതം. ഞാൻ എന്നെ അനുഭവിക്കുന്നത് തുടർച്ചയായിട്ട്. ഇത് മാത്രമാണ് എൻ്റെ നിധി. വേറെ ആർക്കും വിലയിരുത്താൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഒന്നും തട്ടിയെടുത്തിട്ടില്ല. ആരെയും പറ്റിക്കുന്നില്ല, വഞ്ചിക്കുന്നില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നു. ആഹാ, മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിൻ ശേഷം ജീവിതം. നിരന്തരം ഇത്ര മനോഹരമാണ്. എല്ലാ മനുഷ്യർക്കും ജീവിക്കാമെന്നേ. അത് എൻ്റെ അടുത്ത് വന്നിട്ടാണ്. അല്ല, നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ നോക്ക്. നിങ്ങളുമായിട്ട് നിങ്ങൾ സഹകരിക്കാൻ തുടങ്ങുക. എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ. യോഗ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ. ധ്യാനം എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിലുള്ള അനുഭവത്തെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുമ്പോൾ ധ്യാനമായി. യോഗ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ ആണ്.
അതിന് ഒരു മൂക്ക് കുത്തി പിടിച്ച് നിങ്ങൾ 5 മിനിറ്റ് അങ്ങനെ ഇരിക്ക്, തലകുത്തി നീങ്ങി ഇങ്ങനെ ചെയ്യ് എന്ന് പറയുന്നവരെ ആട്ടി പുറത്താക്കണം. ശവങ്ങളാണ് അവര്, മനസ്സിലായ? ഒരാവശ്യവുമില്ല. ഒരു മൂക്ക് കുത്തി പിടിച്ച് 10 മിനിറ്റ് ഇരിക്കുക, പിന്നെ അടുത്ത മൂക്ക് കുത്തി പിടിച്ച് 10 മിനിറ്റ് ഇരിക്കുക, പിന്നെ തലകുത്തി നിൽക്കുക. വെറുതെയാണ്, ഒരു കഥയുമില്ല. ഈ കൂട്ടർക്ക് നേരെ നടക്കാൻ പറ്റുന്നില്ല. അവരാണ് യോഗ പഠിപ്പിക്കാൻ വേണ്ടത്, മനസ്സിലായ? ധ്യാനവും യോഗ എന്ന് പറയുന്നത് നമ്മളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യോഗ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, ധ്യാനം അതിന്റെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് എന്താണ്, അതുമായിട്ട് പൊരുത്തപ്പെട്ട് തുടരുന്നതാണ് ധ്യാനം. അതാണ് ഭക്തി. ഭക്തി ഉണ്ടാകണം, ശുദ്ധി ഉണ്ടാകണം, എന്നാലേ ശക്തി ഉണ്ടാകത്തുള്ളൂ. ഭക്തിയും ശുദ്ധിയും ഉണ്ടെങ്കിലേ ശക്തി ഉണ്ടാകത്തുള്ളൂ. ആത്മാർത്ഥത വേണം. ആത്മാവിന്റെ സ്വാധീനത്തിൽ സവിശേഷത നിരന്തരം നിലനിൽക്കുന്നതാണ്. അത് വാടുന്നതല്ല, കരിയുന്നതല്ല. അത് വാടത്തില്ല, കരിയത്തില്ല. അത് ഉഷിരോടുകൂടി എന്നും വിളക്ക് കത്തി ജ്വലിക്കുന്നത് പോലെ അത് ജ്വലിച്ചോണ്ട് തുടരത്തേ ഉള്ളൂ. അതേ, ആശങ്കയില്ല. അഭിമാനിക്കാൻ മാത്രമേ ഉള്ളൂ നമ്മളിൽ അനുഭവം ഒന്ന് മാത്രമേ ഉള്ളൂ, ജീവന്റേത്. അതെ, അവനവന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് അറിയുവാൻ എവിടെയാണ്, ആരുടെ സഹായമാണ് വേണ്ടത്? ഏത് ഗുരുനാഥനെ വേണം? ഒരു ഗുരുനാഥന്റെ കാല് തൊട്ട് വന്നിക്കരുത്. നിങ്ങളുടെ കാൽപാദം തൊട്ട് ശിരസ് വരെ വന്നിക്കുക. നിങ്ങളുടെ കാൽപാദം തൊട്ട് ശിരസ് വരെ നമിക്കുക. അതാണ്. അല്ല കണ്ടവന്റെ കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. കാല് വലിച്ച്, ഗുരുവാണെന്ന് പറഞ്ഞാൽ കാല് വലിച്ച് നിലത്തിട്ടടിക്കുക, എന്നിട്ട് പോവുക. മനസ്സിലായ? ഗുരുവാണെന്ന് പറഞ്ഞിരിപ്പണ്ട, കാല് പിടിച്ച് വലിച്ച് നിലത്തിട്ട് 2 അടി അടിക്കുക, മനസ്സിലാ? തീർന്നു. ഒരു ഗുരുനാഥന്റെ ആവശ്യമില്ല. നമുക്ക് പരസ്പരം സഹകരിക്കുന്നതിന് ഞാനും നീ ഒന്നല്ലേ, ഞാൻ നിന്നേക്കാൾ കൂടിയതാണെന്ന് പറയുന്ന വിഡ്ഢിത്തരമല്ലേ? ഞാൻ നിന്നേക്കാൾ 2 സ്റ്റെപ്പ് കൂടുതലാണ്, എന്തുകൊണ്ട് കൂടിയതായി? കുറെ വിഡ്ഢികളുടെ നടുവിലിരിക്കുന്നത് കൊണ്ട്, അത്രയേ ഉള്ളു. കുറെ വിഡ്ഢികൾ എന്റെ ചുറ്റും ഇരിക്കുന്നത്, അത്രയേ ഉള്ളു. നമ്മളെല്ലാവരും സമത്വത്തിലാണ്, സർവ്വ ജീവജാലങ്ങളും. ഗുരുവാണെങ്കിൽ ഗുരുവിന്റെ വൈറസും ബാക്ടീരിയയും കയറി കഴിഞ്ഞാൽ തീർന്നു, ദേഹം. മനസ്സിലായ? തീർന്നു. അത്രയേ ഉള്ളു ഗുരുക്കന്മാര്. നമ്മുടെ ഒപ്പം ഇരുന്ന് ഒരുപോലെ നിരന്തരം, അവിടെയാണ് സൗഹാർദ്ദം, അവിടെയാണ് സത്യസന്ധത. അല്ലെ എനിക്ക് മാത്രം പ്രത്യേക ഒരു വീട്, എനിക്ക് ചുവന്ന പരമാധാനിയൊക്കെ വിരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ എന്നെ കൊണ്ടു നടക്കുന്നു. നാണം കെട്ട പരിപാടിയല്ലേ? ഒരു വ്യക്തിയെ മാത്രം ഒരുപാട് പേര് ആനയിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. എന്തൊരു നാറിയ പരിപാടിയാണ്. ഒരു മനുഷ്യന് മാത്രം സ്ഥാനം കൊടുത്ത് കൊണ്ടു നടക്കുക. ഭയങ്കര വൃത്തികെട്ട പരിപാടിയല്ലേ? ആ ഒരു വ്യക്തിയെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാറുകളൊക്കെ ഒരുക്കി പൂവൊക്കെ ഇട്ട് ബാക്കിയുള്ള എത്രയോ മനുഷ്യരെയാണ് മാറ്റി നിർത്തി നാണം കെടുത്തുന്നത്. ഒരു മനുഷ്യൻ അവരെ പോലെ ആകാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ കൈയും കാലിട്ട് അടിക്കുകയും ആണ്. നോക്കണം, അങ്ങനെ ഒരു മനുഷ്യനും ഇല്ല പ്രത്യേകതയുള്ള. ലോകത്തിലെ എല്ലാ മനുഷ്യരും ഈ കൂട്ടർ ഗുരുക്കന്മാരും ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. നമ്മൾ കിടന്ന് ഉറങ്ങുന്ന പോലെ അവർ ഉറങ്ങുന്നു. അംബാനിയും അതെ, നമ്മുടെ മോദിയും അതെ, അമേരിക്ക പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും നമ്മൾ കിടന്ന് ഉറങ്ങുന്ന പോലെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. വെള്ളം തന്നെ കുടിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വർണത്തിന്റെ പാനീയമാണോ കുടിക്കുന്നത്? അംബാനി സ്വർണത്തിന്റെ പാനീയമാണോ കുടിക്കുന്നത്? ഈ പറഞ്ഞ ഗുരുക്കന്മാർ കുടിക്കുന്ന വേറെ എന്തെങ്കിലും ആണോ? അല്ല. നമ്മളെ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. അവര് തിന്നും തൂറിയും മൂത്രമൊഴിച്ചും കുളിച്ചും ഇതുപോലെ നമ്മൾക്ക് ഉറക്കമുള്ള പോലെ തന്നെ അവർക്ക് ഉറക്കമുണ്ട്. കൂടുതലാ കുറവാണെന്ന് നമ്മൾ നോക്കണ്ട. നമ്മുടെ ഉറക്കം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? അല്ല, അവർ 2 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ. ആയിക്കോട്ടെ, നമ്മൾ 8 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ, എന്താ കുഴപ്പം? അവർ 3 നേരം ആഹാരം കഴിക്കുന്നില്ല, നമ്മൾ 1 നേരം കഴിച്ചാൽ മതി. അല്ലെങ്കിൽ അവർ 3 നേരം കഴിച്ചാൽ മതി. നമുക്ക് എന്താ പ്രശ്നം? നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് തുടരുന്നു. അതിന് അവർ 1 നേരം കഴിക്കുന്നുള്ളൂ. അവർ ആട്ടിന്റെ പാലേ കുടിക്കുന്നുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ? അവർ കുടിക്കട്ടെന്നേ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെള്ളമാണ്, വെള്ളം കുടിച്ചാൽ മതി. ആട്ടിന്റെ പാല് കുടിക്കണമെന്ന് നിർബന്ധമില്ല, പശുവും പാലും കുടിക്കണമെന്ന് നിർബന്ധമില്ല. അമ്മയുടെ പാല് കുടിച്ചത് മതി. പശുവിന്റെ പാല് കുടിക്കണമെന്ന് നിർബന്ധമില്ല. അമ്മയുടെ പാല് കുടിച്ചത് ആവശ്യത്തിന് മതി. ഉഷിരും ഉണർവും അമ്മയുടെ പാലിൽ നിന്നുണ്ട്. ഇനി കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതി. വേറെ ഒന്നും നിർബന്ധമില്ല. ചിട്ടകളും ചട്ടങ്ങളും ഒന്നും വേണ്ട. ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വൃത്തിയായിട്ടാണ് ഉള്ളിൽ നിന്ന്.
രാവിലെ ഞാൻ 3 മണിക്ക് എഴുന്നേക്കും, ബ്രഹ്മമുഹൂർത്തമാണേ. 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഭ്രാന്ത് പിടിക്കുകയാണ്. അതിന് വേറെ ഒന്നുമില്ല. 3 മണിക്ക് എഴുന്നേറ്റിട്ട് കാര്യമൊന്നുമില്ല. ഉണരുമ്പോൾ ഉറക്കം തീർന്ന് എഴുന്നേക്കുക, ചെയ്യേണ്ട പ്രവൃത്തികൾ വൃത്തിയായിട്ട് ചെയ്യുക, തുടരുക, അഭിമാനത്തോട് ജീവിക്കുക, ആശ്വാസം. അവിടെ വീണ്ടും മംഗളം നേരുന്നു.